So I think we can start our session. നമുക്ക് നമ്മുടെ ഇന്നത്തെ ഒരു ക്ലാസ് ആരംഭിക്കാം. സമയമായിട്ടുണ്ട്. So first of all, let me share a screen. Hope the screen is visible to you. നിങ്ങൾക്ക് സ്ക്രീൻ കാണാൻ പറ്റുന്നുണ്ടോ? Just tell me. അതോടെ chat box ഉപയോഗിച്ച് പറയൂ. Yeah, fine. Thank you. Okay. So we are in the discussion of our weekly current affairs session. Current affairs ഡിസ്കഷന്റെ 5ാമത്തെ വീക്കിലാണ് നമ്മളുള്ളത്. Okay. So we are in the 5th week. Yeah, fine. Okay, so I think we can go for an interactive session. കുറച്ചുകൂടി ഇന്ററാക്റ്റീവ് ആയിട്ട് നമുക്ക് ക്ലാസ് എടുക്കാം, അല്ലെങ്കിൽ ഈ ഒരു ടോപ്പിക്ക് പഠിക്കാം എന്ന് തോന്നുന്നു. ജസ്റ്റ് എ സെക്കൻഡ്. Okay. Okay, fine. So, Anjali. Yes, sir. നമ്മുടെ ഇന്നത്തെ സെഷന്റെ ലിങ്കിന്റെ പാസ്കോഡ് കൂടെ കിട്ടുമായിരിക്കും. ആ പാസ്കോഡ് കൂടെ ഒന്ന് ഗ്രൂപ്പിൽ ഒന്ന് ഷെയർ ചെയ്യണേ, മെയിൻ ടെലിഗ്രാം ഗ്രൂപ്പിൽ. ചില കുട്ടികൾ മെസ്സേജ് അയക്കുന്നുണ്ടായിരുന്നു. ഓക്കെ, ഫൈൻ. സോ ഐ തിങ്ക് വി കൻ സ്റ്റാർട്ട്. ദിസ് ഈസ് അവർ 5th പ്രോഗ്രാം അല്ലേ? നമ്മുടെ 5th വീക്കിലെ ഒരു ഡിസ്കഷൻ ആണ് ഇന്ന് വരുന്നത്. ആൻഡ് ഹോപ്പ് നിങ്ങൾ എല്ലാ ദിവസവും പത്രം വായിക്കുന്നുണ്ട് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. വാട്ട്സ് യുവർ സേ? പത്രം വായിക്കുന്നുണ്ടോ? ജസ്റ്റ് പറയൂ, ഓപ്പൺലി സേ. സത്യസന്ധമായിട്ട് പറയൂ, പത്രം വായിക്കുന്നുണ്ടോ ഇല്ല എന്നുള്ളത്. യാ, വെരി ഗുഡ്. നീനു, പത്രം വായിക്കുന്നുണ്ടെങ്കിൽ അഡ്വാൻറ്റേജസ് മാത്രമേ ഉള്ളൂ, നഷ്ടങ്ങളൊന്നും വരാനില്ല. നിങ്ങൾ എത്ര പേര് വായിക്കുന്നുണ്ട്? ജസ്റ്റ് ടെൽ മീ, ഒന്ന് അറിയാൻ വേണ്ടിയാണ്. അപ്പൊ നമുക്കൊന്നുകൂടി ഇന്ററാക്റ്റീവ് ആയിട്ട് പോകാലോ, അതിനു വേണ്ടിയാണ് ചോദിക്കുന്നത്. എവരിബഡി വായിക്കുന്നവരുണ്ടെങ്കിൽ ഉണ്ടെന്നും ഇല്ലെങ്കിൽ ഇല്ല എന്നും പറഞ്ഞോളൂ, നോ പ്രോബ്ലം. നിങ്ങൾ അടുത്തൊരു സെഷനിൽ വായിക്കുക എന്നുള്ളതാണ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല കാര്യം. ഓക്കെ, ഓക്കെ. നല്ല പോലെ കിട്ടുന്ന അവസരങ്ങൾ ഉപയോഗിക്കണം കേട്ടോ. കാരണം ഇങ്ങനത്തെ ഓപ്പർച്യൂണിറ്റീസ് പലപ്പോഴും എല്ലാവരും പ്രൊവൈഡ് ചെയ്തോണമെന്നില്ല. അപ്പൊ നിങ്ങൾക്ക് കിട്ടുന്ന അവസരങ്ങൾ നിങ്ങൾ മാക്സിമം നല്ല രീതിയിൽ തന്നെ യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക മാക്സിമം. ഓക്കെ, സോ നമുക്ക് ഇന്നത്തെ സെഷൻ സ്റ്റാർട്ട് ചെയ്യാം. സോ വി ആർ ഇൻ ദ 5th വീക്ക് ഓഫ് അവർ സെഷൻ. ഓക്കെ, സോ ഇൻ ദിസ് വിൽ ബി ഡിസ്കസിങ് September 22 മുതൽ September 28 വരെയുള്ള ഒരു കറണ്ട് അഫയേഴ്സ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ കഴിഞ്ഞ ഒരു 5 പ്രോഗ്രാമിൽ പങ്കെടുത്തിട്ടുള്ള നിങ്ങൾക്ക് ഏകദേശം എങ്ങനെയാണ് നമ്മൾ കറണ്ട് അഫയേഴ്സ് പ്രിപ്പയർ ചെയ്യേണ്ടതെന്ന് മനസ്സിലാക്കേണ്ട സമയമായിട്ടുണ്ട്. ഇനി 5 പങ്കെടുക്കാൻ പറ്റാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ അടുത്ത 2-3 കൂടെ പങ്കെടുക്കുമ്പോൾ നിങ്ങൾ ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യും? നിങ്ങൾക്ക് ഈ പ്രോഗ്രാമിനെ കുറിച്ച്, ഹൗ ദിസ് പ്രോഗ്രാം ഈസ് ഗോയിങ് ടു വർക്ക്, നിങ്ങൾക്ക് എത്രമാത്രം ഇത് എഫക്റ്റീവ് ആയിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടി പറ്റും എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവും. അതിനുവേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ, കൺസിസ്റ്റന്റ് ആയിട്ട് അടുത്ത ഒരു 2-3 പ്രോഗ്രാമിൽ പങ്കെടുക്കുക എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. ഇത് നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ആണ്. സിമിലർലി നമ്മളിത് ഫ്രീ ആയിട്ട് ഓപ്പൺ ആയിട്ട് മറ്റുള്ളവർക്കും കൂടെ കൊടുക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നുണ്ട്. കാരണം കറണ്ട് അഫയേഴ്സ് എന്ന് പറയുന്നത് നിങ്ങൾ ഏതെങ്കിലും ഒരു മെറ്റീരിയൽ എടുത്തിട്ടോ ഏതെങ്കിലും ഒരു വീഡിയോ കണ്ടിട്ടോ ചുമ്മാ പഠിക്കുന്നതിനേക്കാൾ അപ്പുറത്തോട്ട് നല്ലത് നിങ്ങൾ സ്വന്തമായിട്ട് കുറച്ച് എഫേർട്ട് എടുത്തിട്ട് ഒന്ന് റെഫർ ചെയ്യുന്നതാണ് എന്തുകൊണ്ടും നല്ലത്. അത് നിങ്ങൾ മറക്കത്തില്ല. അപ്പൊ നിങ്ങൾക്ക് അറ്റ്ലീസ്റ്റ് കൺഫ്യൂഷൻസ് വരും, നിങ്ങൾക്ക് ചോദിക്കാം, മനസ്സിലാക്കാം. അങ്ങനെ സെൽഫ് ലേണിംഗ് എന്ന് പറയുന്ന ഒരു എലമെന്റിന് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പ്രോഗ്രാം ആയതുകൊണ്ടാണ് നമ്മൾ ഇത് ഇങ്ങനെ ആസൂത്രണം ചെയ്തിരിക്കുന്നത്. അല്ലെങ്കിൽ ജസ്റ്റ് നിങ്ങൾക്ക് ഇന്ന് വന്നിട്ടുള്ള കറണ്ട് അഫയേഴ്സ് ഇതാണെന്ന് പറഞ്ഞ് അവസാനിപ്പിച്ചാൽ മതി. ഇൻസ്റ്റേഡ് നമ്മൾ ഇങ്ങനെ ഒരു ഡിസ്കഷനിലൂടെ മോഡിലൂടെ പോകുന്നത് നിങ്ങളുടെ കറണ്ട് അഫയേഴ്സ് പ്രിപ്പറേഷൻ എഫക്റ്റീവ് ആക്കുന്നതിന്റെ ഭാഗമായിട്ട് തന്നെയാണ്. സോ എല്ലാവരും ഇങ്ങനത്തെ ഒരു അവസരം യൂട്ടിലൈസ് ചെയ്യുക. കൂട്ടത്തില് സിവിൽ സർവീസ് അതുപോലെ മറ്റു കോമ്പറ്റേറ്റീവ് എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ അവരെ നമ്മളെ ഗ്രൂപ്പിലോട്ട് ഇൻവൈറ്റ് ചെയ്താൽ മതി. അപ്പൊ ഗ്രൂപ്പിൽ കിട്ടുമല്ലോ. അപ്പൊ ഇങ്ങനത്തെ ഒരു പ്രോഗ്രാം എല്ലാ ബുധനാഴ്ചയും അവർക്കും ആക്സസ് ചെയ്യാൻ വേണ്ടി പറ്റും. സോ ദിസ് വാസ് ഓൾ ജസ്റ്റ് ആൻ ഇൻട്രൊഡക്ഷൻ അബൌട്ട് അവർ പ്രോഗ്രാം. ഓക്കെ, സോ ഇതാണ് ഉദ്ദേശിക്കുന്നത്. ഇനി നമുക്ക് ഇന്നത്തെ ഒരു ഡിസ്കഷനിലോട്ട് പോകാം. ഓക്കെ, ഓക്കെ അല്ലേ? ജസ്റ്റ് ടെൽ മീ. ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ആ വീഡിയോ ഓൺ ആക്കി ഇരിക്കാൻ പറ്റുന്നവർ ജസ്റ്റ് ഒന്ന് ഇരുന്നേ. ഐ തിങ്ക് വി കൻ ഗോ ഫോർ സം ഇന്ററാക്റ്റീവ് ടൈപ്പ് ഓഫ് ഡിസ്കഷൻ. കറണ്ട് അഫയേഴ്സ് ആണെങ്കിലും ഇന്ററാക്ഷന് നല്ലൊരു പോസിബിലിറ്റി ഉണ്ട്. കറണ്ട് അഫയേഴ്സ് ഈസ് ഓൾ അബൌട്ട് അവർ തിങ്കിങ്. നമ്മുടെ ചിന്തകളാണ് കറണ്ട് അഫയേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നമുക്കൊരു ടോപ്പിക് ഇട്ട് കഴിഞ്ഞതിന് ശേഷം വൈ ദാറ്റ് ടോപ്പിക്,
ആ ടോപ്പിക്കിന്റെ ഇമ്പോർട്ടൻസ് എന്താണ് എന്ന് മനസ്സിലാക്കുന്നതാണ് നമ്മൾ ഈ സെഷൻ കൊണ്ട് മെയിൻലി ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ അങ്ങനെ സെൽഫ് തോട്ടിൽ കുറെ കാര്യങ്ങൾ ചെയ്യണം. കറണ്ട് അഫയേഴ്സ് അല്ലാതെ ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾ ഒരു മെറ്റീരിയൽ എടുത്ത് വായിക്കുന്നതല്ല കറണ്ട് അഫയേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, സോ മാക്സിമം നിങ്ങൾ എന്ത് ചെയ്യുക, ഞാൻ കുറച്ച് ഐഡിയ തരാം, ഓരോന്ന് എങ്ങനെ ചിന്തിക്കണം എന്നുള്ള ഒരു ഇൻപുട്ട് കൂടെ തരാൻ വേണ്ടി ശ്രമിക്കാം ഇന്നത്തെ ഒരു സെഷനിലൂടെ. അപ്പൊ നിങ്ങൾക്കും കൂടുതൽ അതിനെക്കുറിച്ച് തിങ്ക് ഓൺ ചെയ്യാം. ഓക്കെ, സോ അതായിരിക്കും നിങ്ങൾക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയൊരു സപ്പോർട്ട് എന്ന് പറയുന്നത്. ഫൈൻ, സോ ഷാൾ വി സ്റ്റാർട്ട്? നമുക്ക് ആരംഭിച്ചാലോ? വെയിറ്റിംഗ് ഫോർ യുവർ റെസ്പോൺസ് ഗൈസ്. നിങ്ങൾ ആക്റ്റീവ് ആണെങ്കിൽ ഐ എം സൂപ്പർ ആക്റ്റീവ്. ഓക്കെ, യാ ഫൈൻ ഫൈൻ. ഓക്കെ, ആക്റ്റീവ് ആണെന്നുണ്ടെങ്കിൽ ആ വീഡിയോ ഓൺ ആക്കി ഇരിക്കാൻ പറ്റുന്നവർ ജസ്റ്റ് ഒന്ന് ഇരിക്കും കേട്ടോ. നമുക്ക് വിൽ ജസ്റ്റ് ഹാവ് ഫേസ് ടു ഫേസ് കോൺവെർസേഷൻ മോഡൽ, ഇന്ററാക്റ്റീവ് ആയിട്ട് നമുക്ക് നോക്കാം. യാ ഓക്കെ ഫൈൻ ഫൈൻ. ഓക്കെ ഗൈസ്, ഓക്കെ. സോ ഇന്നത്തെ ഫസ്റ്റ് ടോപ്പിക്, അതായത് കഴിഞ്ഞ ആഴ്ചയിലുണ്ടായിരുന്ന പത്രത്തിലുണ്ടായിരുന്ന ആദ്യത്തെ ഒരു ടോപ്പിക്കാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ദാറ്റ് ഈസ് റാബി ആൻഡ് കാരിഫ് ക്രോപ്സിനെ കുറിച്ചുള്ള ടേം വന്നിട്ടുണ്ടായിരുന്നു. പത്രത്തിലെ ടേം റാബി ആൻഡ് കാരിഫ് ക്രോപ്സ് എന്ന് പറയുന്ന ഒരു ഐഡന്റിഫിക്കേഷൻ ആണ്. ഓക്കെ, അതിൽ എന്തുകൊണ്ടാണ് ന്യൂസിൽ വന്നിരിക്കുന്നതാണ് സെക്കൻഡ് കോളത്തിൽ കൊടുത്തിരിക്കുന്നത്. റെക്കോർഡ് പാഡി yield ഡിപ്പ് ഇൻ ഓയിൽ സീഡ് ലൈക്ലി ദിസ് കാരിഫ്. അപ്പൊ ഈ കാരിഫ് സീസണിൽ ഓയിൽ സീഡിന്റെ ഒരു റെക്കോർഡ് എന്ത് ചെയ്യാം, ഡൗൺ ആകാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ ദിസ് കാരിഫ് എന്ന് പറയുന്ന ഒരു വാക്ക് കൊടുത്തിട്ടുണ്ട്. സോ വി ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് വാട്ട് ഈസ് ദിസ് കാരിഫ് ആൻഡ് റാബി എന്ന് പറയുന്നത്. ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ തരാണ്. നമുക്ക് വർഷം 12 months ആണുള്ളത് അല്ലെ, 12 months ആണുള്ളത്. ഈ 12 മാസങ്ങൾ എന്ന് പറഞ്ഞാൽ ഓരോ സീസൺസിലൂടെ കടന്നു പോകുന്നതാണ്. നമ്മുടെ നാട്ടിൽ നിങ്ങൾക്കറിയാം, ത്രൂ ഔട്ട് അവർ ഇന്ത്യൻ സബ് കോണ്ടിനെന്റ് മഴ ലഭിക്കുന്ന സമയമുണ്ട്, മഴയില്ലാത്ത തണുപ്പടിക്കുന്ന സമയമുണ്ട്, സമ്മർ കാലഘട്ടമൊക്കെ ഉണ്ട് അല്ലെ. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ നാട്ടില് നമ്മുടെ ലാൻഡിന്റെ കണ്ടീഷൻ അനുസരിച്ചിട്ട്, നമ്മുടെ ക്ലൈമറ്റ് അനുസരിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, കൃഷി ചെയ്യുന്നുണ്ട്. അപ്പൊ അങ്ങനെ നോക്കുവാണെങ്കിൽ വി ഹാവ് 3 ക്ലാസിഫിക്കേഷൻ. ആ 3 ക്ലാസിഫിക്കേഷനെ കുറിച്ചാണ് പറയുന്നത്. ജസ്റ്റ് നല്ലപോലെ നോക്കട്ടോ. ഞാൻ അതിന്റെ വെരി ഫ്രെയിം വർക്കാണ് തരുന്നത്. നിങ്ങൾ സ്കൂൾ ടൈംസിൽ ജോഗ്രഫിയിൽ പഠിക്കുന്ന ഒരു ടോപ്പിക്കാണ്. ജോഗ്രഫിയുടെ അഗ്രികൾച്ചർ എന്ന് പറയുന്ന ഒരു പോർഷനിൽ പഠിക്കുന്ന ഒരു ടോപ്പിക്കാണ്. ജസ്റ്റ് ഞാൻ പറഞ്ഞുതരാം. ഫസ്റ്റ് നിങ്ങൾ കാരിഫ് എന്ന് എഴുതി വെക്കുക, ഒരു കോളം വരയ്ക്കുക. ദെൻ അടുത്ത വരുന്നത് റാബി സീസൺ ആണ്, റാബി സീസൺ. ദെൻ കംസ് സെയ്ദ് സീസൺ. ഇങ്ങനെ 3 സീസൺസ് ആണ് കൃഷിയുമായി ബന്ധപ്പെട്ട് നമുക്കുള്ളത്. അതായത് ക്രോപ്പുമായി ബന്ധപ്പെട്ട് ഓരോ സംഗതി, ഓരോ പ്രൊഡക്ഷനുമായി ബന്ധപ്പെട്ട് 3 സീസൺസ് ആണ് ഉള്ളത്, കാരിഫ്, റാബി ആൻഡ് സെയ്ദ്. ഓക്കെ, ആ ഒരു പോയിന്റ് ആദ്യം മനസ്സിലാക്കി വെക്കുക. ഇനി കാരിഫ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതിന് നമുക്ക് സിംപിളി വേണമെങ്കിൽ പറയാം, ഈ പീരീഡിൽ മൺസൂൺ ക്രോപ്സ് ആണ് വരുന്നത്. മൺസൂണിന്റെ പ്രത്യേകത എന്താ? വാട്ട് മീൻ ബൈ മൺസൂൺ? നീനു ജസ്റ്റ് ഒന്ന് പറയൂ, എന്താ മൺസൂണിന്റെ പ്രത്യേകത? മൺസൂൺ റെയിനി സീസൺ. വെരി ഗുഡ്. മൺസൂൺ എന്ന് പറഞ്ഞാൽ റെയിനി ആണ് അല്ലെ. അതിന്റെ അർത്ഥം എന്താ? ഈ കാരിഫ് സമയത്ത് അല്ലെങ്കിൽ മൺസൂൺ സമയത്ത് പ്രൊഡ്യൂസ് ചെയ്യുന്ന ആ ഒരു ക്രോപ്പിന് കൂടുതൽ വെള്ളം ആവശ്യമാണ് എന്നല്ല അതിന്റെ അർത്ഥം. സോ ദാറ്റ്സ് ഇറ്റ്. അപ്പൊ കൂടുതൽ വെള്ളം ആവശ്യമായിട്ടുള്ള ഒരു ക്രോപ്സിനാണ് കാരിഫ് ക്രോപ്സ് അല്ലെങ്കിൽ മൺസൂൺ ക്രോപ്സ് എന്ന് വിളിക്കുന്നത്. ഇതിന്റെ ഒരു ജനറൽ പീരീഡ് എന്ന് പറയുന്നത് ജൂലൈ ടു ഒക്ടോബർ മാസം വരെയാണ്. അതായത് ഇപ്പൊ നമ്മളുള്ള എന്താണ്, കാരിഫ് സീസണിലാണെന്ന് മനസ്സിലാക്കി വെക്കുക. ഈ സമയത്താണ് നമ്മുടെ നാട്ടിലേക്ക് ഏറ്റവും കൂടുതൽ അരി കൃഷി നടത്തുന്നത്. അരി, റൈസ്, നല്ല വെള്ളം വേണ്ട ഒരു ക്രോപ്പാണ് റൈസ് എന്ന് പറയുന്നത്. ദെൻ ഒരുപാട് സംഗതികളുണ്ട്. നിങ്ങൾ ജൂട്ട്, കോട്ടൺ, ഇങ്ങനത്തെ എക്സാമ്പിൾസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാരണം വെൻ യു പ്രിപ്പയർ ഫോർ UPSC എക്സാമിനേഷൻ, UPSC ഇങ്ങനത്തെ കോൺസെപ്റ്റ് വരുന്ന സമയത്ത് അവർ എന്താണ് ഇതിന്റെ ബേസിക്സ് ചോദിക്കും. അപ്പൊ കാരിഫ് എന്ന് പറഞ്ഞാൽ മൺസൂൺ ആണ്, കൂടുതൽ വെള്ളം ആവശ്യമായിട്ടുള്ള ക്രോപ്പുകളാണ്. ആ ഒരു പോയിന്റ് മനസ്സിലാക്കി വെക്കുക. രണ്ടാമത്തെ പറഞ്ഞാൽ അതിന്റെ എക്സാമ്പിൾസ് പഠിച്ചു വെക്കണം എന്നുള്ളതാണ്. UPSCക്ക് അങ്ങനെ ട്രെൻഡ് ഉണ്ട്. അപ്പൊ ഇത് ഇങ്ങനെ ടാബുലേഷനിൽ പഠിച്ചു കഴിഞ്ഞാൽ ഈ ടോപ്പിക് സെറ്റ് ആണ്. ഓക്കെ, അതൊന്നും മനസ്സിലാക്കി വെക്കുക. ഇനി സിമിലർലി റാബി ക്രോപ്സ് എന്ന് പറഞ്ഞാൽ വിന്റർ ക്രോപ്സ് ആണ്. വിന്റർ സമയത്ത്, അതായത് നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു ഒക്ടോബർ മാസം മുതൽ, ഒക്ടോബർ കഴിയുന്ന നവംബർ മാസം മുതൽ ഏകദേശം ഫെബ്രുവരി വരെ നീണ്ടു നിൽക്കാവുന്ന ഒരു പീരീഡിലുള്ള ക്രോപ്പുകളാണ്. ആ സമയത്തല്ലേ നമ്മുടെ വിന്റർ വരുന്നത്. ഓക്കെ, വിന്റർ വരുന്നത് ആ സമയത്തുള്ള ഏതാനും ചില ക്രോപ്സിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് എന്ത്, നമ്മുടെ വീറ്റ്. അപ്പൊ നോർത്ത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വീറ്റ് പ്രൊഡക്ഷൻ നടക്കുന്ന എപ്പോഴാണ്? ഈ ഒരു സമയത്താണ്. സൗത്ത് ഇന്ത്യയിൽ വീറ്റ് ഇല്ലല്ലോ, കുറവല്ലേ. ഓക്കെ, സൗത്ത് ഇന്ത്യയിൽ കൂടുതൽ അരി ഉൽപ്പാദിപ്പിക്കുന്ന ആൾക്കാരല്ലേ. സോ വീറ്റിന്റെ ഒരു കാര്യം അവിടെ മനസ്സിലാക്കി വെക്കുക. ദെൻ നമ്മുടെ ബാർലി, അങ്ങനത്തെ ഒരുപാട് ക്രോപ്സ് ഉണ്ട്. അതിൽ ജസ്റ്റ് ഏറ്റവും പ്രധാനപ്പെട്ട ചില എക്സാമ്പിൾസ് ഒന്ന് മനസ്സിലാക്കിയാൽ മതി. നമ്മുടെ മസ്റ്റാർഡ് അല്ലേ, കടുക്, അതൊക്കെ റാബി ക്രോപ്പിൽ വരുന്നത്. മസ്റ്റാർഡ്. ഇനി സെയ്ദ് എന്താണുള്ളത്? സെയ്ദ് സമ്മർ ക്രോപ്സ് എന്നാ വിളിക്കുക. നമ്മൾ ചൂട് സമയത്ത് നമ്മൾ എന്തിനാ നമ്മൾ താല്പര്യപ്പെടുക? ചൂടുള്ള സമയത്ത് പുറത്തൊക്കെ ഇറങ്ങുവാണെങ്കിൽ നമ്മുടെ റോഡ് സൈഡിലൊക്കെ കാണൂല്ലേ, എന്ത്, തണ്ണിമത്തൻ എന്ന് പറയുന്ന
ഓക്കെ, സോ തണ്ണിമത്തൻ പോലുള്ള സംഗതികളാണ് സമ്മർ ക്രോപ്സിൽ വരുന്നത്. ഫ്രം വാട്ട് വി കൻ സി, മാർച്ച് ടു ഒരു ജൂൺ മാസത്തിന്റെ തുടക്കം വരെയുള്ള സമയത്തിൽ കാണുന്നുണ്ട് സെയ്ദ് ക്രോപ്സ് എന്ന് പറയുന്ന സമ്മർ ക്രോപ്സ്. അവിടെയാണ് നമ്മുടെ ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് കൂടുതൽ വരുന്നത്. സോ ഈ ഒരു അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ടാക്കി എടുത്തു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ഓൾമോസ്റ്റ് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, എന്താണ് ഈ ന്യൂസ് പേപ്പറിൽ വരുന്നത്, കാരിഫ്, റാബി, സെയ്ദ്. അപ്പൊ ന്യൂസ് പേപ്പറിൽ ഇങ്ങനെ ഇതിന്റെ ഒരു അപ്ഡേഷൻ പറഞ്ഞിട്ടുണ്ടെങ്കിലും നിങ്ങൾ അപ്പോൾ നോക്കേണ്ട എന്താണ്, ദ വെരി ബേസിക് ഓഫ് ദീസ് കോൺസെപ്റ്റ്, ഈ കോൺസെപ്റ്റിന്റെ വാട്ട് ഓൾ ദീസ് ടേംസ് മീൻസ് എന്ന രീതിയിൽ ഈ ഓരോ ടേംസ് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന രീതിയിലാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ഇസ് ദാറ്റ് ക്ലിയർ? ഞാൻ പറഞ്ഞ പോയിന്റ് ക്ലിയർ ആണോ? ഞാൻ വളരെ മിനിമം എക്സ്പ്ലനേഷൻ ആണ് ഇപ്പൊ തരാൻ ഉദ്ദേശിക്കുന്നത്. ബാക്കി നിങ്ങൾ എന്ത് ചെയ്യും, ക്ലാസ് റൂമിലായിട്ട് കുറെ കാര്യങ്ങൾ പഠിക്കും കേട്ടോ. ഓക്കെ അല്ലേ? ജസ്റ്റ് ടെൽ മീ, അല്ലെങ്കിൽ ജസ്റ്റ് ഷേക്ക് യുവർ ഹെഡ്. ഐ കൻ സീ സം ഓഫ് യുവർ ഫേസസ്. യാ ഫൈൻ, ഓക്കെ. അതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഓ ഫൈൻ. സോ നെക്സ്റ്റ് ടോപ്പിക് ആണ് ഇനി പറയാൻ വേണ്ടി പോകുന്നത്, അഗ്രി എക്സ്പോർട്ട് ബാസ്ക്കറ്റ്. അഗ്രി എക്സ്പോർട്ട് ബാസ്ക്കറ്റ് എന്ന് പറയുന്നത്, ലിസൺ കെയർഫുള്ളി, ഇതും വളരെ കുറച്ച് ഇമ്പോർട്ടന്റ് ആണ്. ഇങ്ങനത്തത് പത്രത്തിൽ നിന്ന് മാത്രം നമുക്ക് കിട്ടുള്ളൂ, കൂടുതൽ സ്റ്റാറ്റിക് സബ്ജക്റ്റിൽ നിന്ന് കിട്ടുന്നതല്ല. പത്രത്തിൽ നിന്ന് മാത്രം കിട്ടുന്ന ചില UPC ടോപ്പിക്കുകളുണ്ട്. അതിൽപ്പെട്ട ഒന്നൊക്കെയാണ് നമുക്ക് വേണ്ടി പറയാൻ പറ്റുന്ന അഗ്രി എക്സ്പോർട്ട് മാർക്കറ്റുകൾ. എന്താ ഈ ടേം കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ദർ ഇസ് എ ബാസ്ക്കറ്റ്. ബാസ്ക്കറ്റ് മീൻസ് സം കമ്മോഡിറ്റീസ്, ചില സംഗതികളുണ്ട്, അത് അഗ്രി എക്സ്പോർട്ട് ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ നിന്നും കൂടുതൽ കയറ്റുമതി അയക്കുന്ന ചില കാര്യങ്ങളാണ്. എക്സ്പോർട്ട് പറഞ്ഞാൽ എന്താ? കയറ്റുമതി ചെയ്യുന്നത്. നമ്മുടെ നാട്ടിൽ നിന്നും കയറ്റുമതി ചെയ്യുന്നതാണ് എക്സ്പോർട്ട് എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ നാട്ടിൽ നിന്ന് എക്സ്പോർട്ട് ചെയ്യുന്ന ചില കമ്മോഡിറ്റീസ് ഉണ്ട് എന്നുള്ളതാണ് പറയുന്നത്. അപ്പൊ ഇന്ത്യൻ ഗവൺമെന്റ് അഗ്രികൾച്ചർ എക്സ്പോർട്ട് കൂട്ടാൻ ഉദ്ദേശിക്കുന്നു എന്ന് പറഞ്ഞാൽ എന്താ, നമ്മുടെ നാട്ടിൽ കൂടുതൽ എക്സ്പോർട്ട് നടത്തുന്ന സമയത്ത് നമുക്ക് കൂടുതൽ ഇങ്ങോട്ട് റവന്യൂ കിട്ടും. അതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി ഇവിടെ ഇതിന്റെ ഭാഗമായിട്ട് നിങ്ങൾ ബേസിക്കലി മനസ്സിലാക്കേണ്ട ഏതാനും ചില കാര്യങ്ങൾ. നമ്മൾ ഏറ്റവും കൂടുതൽ എക്സ്പോർട്ട് ചെയ്യുന്ന അഗ്രികൾച്ചർ പ്രൊഡക്റ്റ് ഏതാ? ജസ്റ്റ് ഗസ്. ചാറ്റ് ബോക്സ് എടുക്കും, ജസ്റ്റ് ഗസ് ചെയ്യും. നമ്മൾ ഏറ്റവും കൂടുതൽ എക്സ്പോർട്ട് ചെയ്യുന്ന അഗ്രികൾച്ചർ പ്രൊഡക്റ്റ് ഏതാണ്? ഗസ് ടൈം ആണ്. നിങ്ങൾക്ക് എന്തും പറയാം, അഗ്രികൾച്ചറുമായി ബന്ധപ്പെട്ട് എന്തും പറയാം. ഇലക്ട്രോണിക്സ് ഒന്നും പറയരുത്, അതൊന്നും അഗ്രികൾച്ചർ അല്ല കേട്ടോ. സോ അങ്ങനെ വീറ്റ്, റൈസ്, കോട്ടൺ, റബ്ബർ, ഓക്കെ, റൈസ്, സ്പൈസസ്. ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ്. അങ്ങനത്തെ ഏതാനും ചില കാര്യങ്ങൾ തന്നെയാണ് വേണ്ടത്. നൗ ദിസ് ഈസ് ഓർഡർ. ഏറ്റവും കൂടുതൽ നമ്മൾ ചെയ്യുന്നത് ആദ്യം റൈസ് ആണ്, അരിയാണ് ഏറ്റവും കൂടുതൽ എക്സ്പോർട്ട് ചെയ്യുന്നത്. ഈ ഒരു ഓർഡർ പഠിച്ചു വെക്കണം. സംടൈംസ് UPSC വിൽ ആസ്ക്, അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട കോൺസെപ്റ്റുമായി ബന്ധപ്പെട്ടുള്ള ചില ചോദ്യങ്ങൾ വരും. ദെൻ മറ്റൊന്ന് അഗ്രി പ്രൊഡക്റ്റ് ആണ് മറൈൻ പ്രൊഡക്ട്സ്, അതായത് ഫിഷറീസ്. മറൈൻ പ്രൊഡക്ട്സ് ഉണ്ടല്ലോ, ഫിഷും കാര്യങ്ങളൊക്കെ, ആ മറൈൻ പ്രൊഡക്ട്സ് നമ്മൾ കയറ്റുമതി ചെയ്യുന്നുണ്ട്. ദെൻ സ്പൈസസ്, സുഗന്ധദ്രവ്യങ്ങൾ എന്ന് പറയുന്ന സ്പൈസസ്. ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അറ്റ്ലീസ്റ്റ് ഫസ്റ്റ് 3 എന്ന രീതിയിലെങ്കിലും നിങ്ങൾ ഇങ്ങനത്തെ ടോപ്പിക് വരുന്ന സമയത്ത് ജസ്റ്റ് ഒന്ന് നോക്കി വെക്കണം. ഓക്കെ, അപ്പൊ ഇങ്ങനെ നിങ്ങൾ ആലോചിക്കേണ്ട ഇത്രയേ ഉള്ളൂ. നമ്മളിങ്ങനെ ഈ ഒരു അഗ്രി എക്സ്പോർട്ടിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന സമയത്ത് എന്താ സംഭവിക്കാൻ വേണ്ടി പോകുന്നത്? നമ്മൾ ഏറ്റവും കൂടുതൽ റൈസ് എക്സ്പോർട്ട് ചെയ്യുന്നു, മറൈൻ പ്രൊഡക്ട്സ് എക്സ്പോർട്ട് ചെയ്യുന്നു, സ്പൈസസ് എക്സ്പോർട്ട് ചെയ്യുന്നു. അപ്പൊ ഇന്ത്യൻ ഗവൺമെന്റ് ആക്ച്വലി ലാഭാണ്. ബട്ട് ദർ ഇസ് എ ക്വസ്റ്റ്യൻ ദാറ്റ് സസ്റ്റൈനബിൾ ഓർ നോട്ട്. കൂടുതൽ അരി കയറ്റി അയച്ചു കഴിഞ്ഞാൽ കേരളത്തിന് ചിലപ്പോൾ അരിയുടെ ക്ഷാമം വരും. അപ്പൊ ആ സമയത്ത് നമുക്ക് അരി കിട്ടില്ല, അരിയുടെ വില കൂടും, അത് കുറെ പ്രശ്നങ്ങൾ വരും. നമ്മൾ ഒരു കൺസ്യൂമർ സ്റ്റേറ്റ് ആയതുകൊണ്ട്. അപ്പൊ അങ്ങനെ ഒരു സസ്റ്റൈനബിലിറ്റിയുടെ ഇഷ്യൂ എപ്പോഴും വരാറുണ്ട്. അത് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയാൽ മതി. അതാണ് അതിലൊരു ചലഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, ഇനി കഴിഞ്ഞ ഒരു ഡിസ്കഷനിൽ ദർ വാസ് എ ടോപ്പിക് റിഗാർഡിംഗ് ലൈൻ ഓഫ് ആക്ച്വൽ കൺട്രോൾ, LAC എന്ന് പറയുന്നത്. ദാറ്റ് വാസ് വിത്ത് ഇന്ത്യ ആൻഡ് വിച്ച് കൺട്രി? ജസ്റ്റ് ടെൽ മീ, പെട്ടെന്ന്. ജസ്റ്റ് എ സെക്കൻഡ്, ഞാൻ നിങ്ങൾക്ക് അൺമ്യൂട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ തരാം. നല്ലപോലെ ഉപയോഗിക്കണം കേട്ടോ. നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഇനി അൺമ്യൂട്ട് ചെയ്യേണ്ടി പറ്റും. ഞാൻ ചോദിക്കുമ്പോൾ നിങ്ങൾ അങ്ങനെ വോയിസ് ആയിട്ട് പറഞ്ഞാലും മതി, ചാറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ. പക്ഷെ നല്ലപോലെ ഉപയോഗിക്കണം. സോ LAC എന്ന് പറയുന്നത് ഇന്ത്യ ആൻഡ് ചൈനയുള്ള ഒരു ബോർഡർ ഏരിയാസിനാണ് LAC എന്ന് പറയുന്നത്. സിമിലർലി വി ഹാവ് ലൈൻ ഓഫ് കൺട്രോൾ എന്ന് പറയുന്ന ഒരു ഏരിയ ഉണ്ട്. ലൈൻ ഓഫ് കൺട്രോൾ അത് ആരുമായി ബന്ധപ്പെട്ട? ഇന്ത്യ ആൻഡ് പാകിസ്ഥാൻ. ആ ഒരു ബേസിക് കോൺസെപ്റ്റ് നിങ്ങൾക്ക് എന്തായാലും നിർബന്ധമാണ്. ഇന്ത്യ പാകിസ്ഥാനും ബോർഡർ ഷെയർ ചെയ്യുന്നത് എവിടേക്കാ? കാശ്മീർ മാത്രമാണോ? വി ഹാവ് ഗുജറാത്ത് പാർട്ട് ഉണ്ട്, രാജസ്ഥാൻ ഉണ്ട്, പഞ്ചാബ് ഉണ്ട്, അവിടെയൊക്കെ ഉണ്ട്. പക്ഷെ ഈ ലൈൻ ഓഫ് കൺട്രോൾ വരുന്നത് എവിടെയാണ്? കാശ്മീരിൽ മാത്രമാണ്. വൈ? പാകിസ്ഥാൻകാർ കാശ്മീർ പിടിച്ചെടുക്കണം എന്ന് പറഞ്ഞിട്ട് കാശ്മീരിലോട്ട് പണ്ടൊരു അറ്റാക്ക് നടത്തുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് നോക്കൂ കേട്ടോ. നമ്മളിപ്പോ ഇന്ത്യയുടെ മാപ്പ് വരക്കുന്ന സമയത്ത് വീൽ ഡ്രോ ലൈക്ക് ദിസ് അല്ലെ? ജസ്റ്റ് ഇങ്ങനെ ഈ ഒരു മോഡലല്ലേ നമ്മൾ ഏകദേശം കാശ്മീരിന്റെ മാപ്പ് വരക്കുക. ഡോണ്ട് ലുക്ക് ഫോർ പെർഫെക്ഷൻ, ബട്ട് ജസ്റ്റ് ഇങ്ങനെയല്ലേ വരക്കുക. പക്ഷെ യഥാർത്ഥത്തിൽ നമ്മുടെ മാപ്പ് ഇതാ ഇങ്ങനെയാണ് പോകുന്നത്. ഈ ഒരു ഭാഗത്തിന് നമ്മൾ പാകിസ്ഥാൻ ഒക്കുപ്പൈഡ് കാശ്മീർ എന്ന് വിളിക്കുക, POK.
ഈ ലൈൻ ഉണ്ടല്ലോ, ഇപ്പൊ വരച്ചിട്ടുള്ള ബ്ലാക്ക് ലൈൻ ഓർ ദിസ് ബ്ലൂ ലൈൻ, ഞാനൊരു ബ്ലൂ ലൈൻ വരക്കാം. ഈ ബ്ലൂ ലൈൻ, ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? LOC എന്ന് പറയുന്നത്, ലൈൻ ഓഫ് കൺട്രോൾ എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ ഇപ്പുറത്തോട്ട് ഇന്ത്യയാണ്, അപ്പുറത്തോട്ട് പാക് ഒക്യുപൈഡ് കാശ്മീർ ആണ്. ഈ ഒരു കോൺസെപ്റ്റ് ആണ് LOC എന്ന് പറയുന്നത്. അതായത് നമുക്ക് ഇന്ന് കാശ്മീർ മുഴുവൻ ഇല്ല, പാക് ഒക്യുപൈഡ് കാശ്മീർ എന്ന് പറയുന്ന പ്രദേശമാണ് അവിടെ ഉള്ളത്, പാകിസ്ഥാൻ കൺട്രോൾ. ആ ഒരു കാര്യം ഒന്ന് മനസ്സിലാക്കിയാൽ മതി. ഓക്കെ, അതാണ് ഇപ്പൊ ഏകദേശം അംഗീകരിച്ചിട്ടുള്ള ഒരു ബൗണ്ടറി ബിറ്റ്വീൻ ഇന്ത്യ ആൻഡ് പാകിസ്ഥാൻ, LOC ഇൻ കാശ്മീർ എന്ന് പറയുന്നത്. ആ ഒരു കോൺസെപ്റ്റ് ആണ് വേണ്ടത്. അവിടെ ഇടയ്ക്കിടയ്ക്ക് വെടിവെപ്പ് നടക്കാറുണ്ട്, സ്വാഭാവികം അല്ലെ? സോ അതാണ് അവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. നെക്സ്റ്റ് ടോപ്പിക് ആണ് സാർക്ക് എന്ന് പറയുന്നത്. സാർക്ക് നിങ്ങൾക്ക് പത്രം വായിക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ കിട്ടാൻ പോകുന്ന ഒരു റിസോഴ്സ് എന്ന് പറയുന്നത് ഗ്ലോബൽ ഓർഗനൈസേഷൻസ് ആണ്. ഇന്ത്യ അടങ്ങിയിട്ടുള്ള, ഇന്ത്യ മെമ്പർ ആയിട്ടുള്ള ഒരുപാട് ഓർഗനൈസേഷൻസ് ഉണ്ട് സാർക്ക് പോലുള്ളത്. വാട്ട് യു മീൻ ബൈ സാർക്ക്? എനി ഐഡിയ? സാർക്ക് ബേസിക്കലി സൗത്ത് ഏഷ്യൻ ആണ്. സൗത്ത് ഏഷ്യൻ അസോസിയേഷൻ ഫോർ റീജിയണൽ കോപ്പറേഷൻ എന്ന് പറയുന്ന ഒരു സംഗതിയാണ് സാർക്കിൽ വരുന്നത്. ഓക്കെ, ഈ സാർക്കില് ആരൊക്കെയാണ് വരുന്നത് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കണം. സാർക്കില് വാട്ട് വി ക്യാൻ സി, വി ഹാവ് സാർക്ക് ഇൻ ദ ഇയർ 1987. 1987 സാർക്ക് എന്ന് പറയുന്ന ഇന്ത്യക്ക് ചുറ്റുമുള്ള രാജ്യങ്ങൾ, അതായത് ഇഫ് യു ഡ്രോ ദ മാപ്പ് ഓഫ് ഇന്ത്യ ലൈക്ക് ദിസ്, ഞാൻ ജസ്റ്റ് ഒന്ന് ഇന്ത്യയുടെ മാപ്പ് ഒന്ന് വരക്കുവാണ്. ഇന്ത്യയുടെ മാപ്പ് ജസ്റ്റ് നോക്കിക്കേ. This is India. Here we have Nepal. Here we have Bhutan, Bangladesh, Sri Lanka, Maldives, Pakistan, Afghanistan. നിങ്ങളുടെ ഇന്ത്യയുടെ മാപ്പ് ജസ്റ്റ് ഒന്ന് എടുത്ത് നോക്കിയാൽ മതി. We have India, then Nepal, Bhutan, Bangladesh, Sri Lanka, Maldives, Pakistan, അഫ്ഗാനിസ്ഥാൻ. ഇത്രയും രാജ്യങ്ങൾ അടങ്ങുന്നതിനാണ് നമ്മൾ സാർക്ക് എന്ന് വിളിക്കുക. ഇവിടെ നമ്മുടെ ഇന്ത്യയുമായിട്ട് ബോർഡർ ചെയ്യുന്ന ഒരു മ്യാൻമാർ എന്ന് പറയുന്ന രാജ്യമുണ്ട്, അത് ഇതിൽ വരുന്നില്ല, മ്യാൻമാർ വരുന്നില്ല. സോ അങ്ങനത്തെ കുറച്ച് ഒരു ആരൊക്കെയാണ് മെമ്പേഴ്സ് എന്നുള്ളത് പഠിക്കാൻ ഇങ്ങനെ ഒരു പിക്ചറൈസേഷൻ കൊണ്ടുവന്നാൽ മതി. ഓക്കെ, അങ്ങനെ കാഠ്മണ്ഡു, നേപ്പാളിലെ കാഠ്മണ്ഡുവിലാണ് ഇവരുടെ ക്യാപിറ്റൽ ഉള്ളത്, സെക്രട്ടേറിയറ്റ് ഉള്ളത്. കാഠ്മണ്ഡു എന്ന് പറയുന്ന ഒരു പ്രദേശത്താണ് ഇവരുടെ ക്യാപിറ്റൽ ഉള്ളത്, മനസ്സിലാക്കി വെക്കുക. ഇപ്പോ ഇത് ഒരു പ്രധാനപ്പെട്ട ഒരു ഡിസിഷൻ വരാൻ കാരണം, ഇതിൽ നോക്കിയേ, അഫ്ഗാനിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യമുണ്ട് അല്ലെ, അഫ്ഗാനിസ്ഥാൻ സാർക്കിന്റെ മെമ്പറാണ് 2007 മുതൽ. പക്ഷേ ഇപ്പൊ അഫ്ഗാനിസ്ഥാനിൽ ആരാണ്? അഫ്ഗാനിസ്ഥാൻ ഗവൺമെന്റ് ആണുള്ളത്? അല്ലല്ലോ, താലിബാൻ ആണുള്ളത് അല്ലെ. സോ താലിബാൻ ഉള്ളത് കൊണ്ട് തന്നെ സാർക്കിലെ മിനിസ്റ്റേഴ്സ് പറഞ്ഞു ഞങ്ങൾ കൂടുന്നില്ല. അതായത് താലിബാനെ പങ്കെടുപ്പിക്കണം എന്ന് പറയുന്ന കുറച്ച് കൂട്ടരുണ്ടായിരുന്നു. അപ്പോൾ പാകിസ്ഥാൻ പോലുള്ള ആൾക്കാർ താലിബാനെ പങ്കെടുപ്പിക്കണം പറഞ്ഞു. ഇന്ത്യ അടക്കമുള്ള ബാക്കി സാർക്ക് കൺട്രീസ് പറഞ്ഞു ഞങ്ങൾ താലിബാൻ അംഗീകരിക്കില്ല. അപ്പൊ അവരുടെ ഒരു ഡിസ്കഷൻ, അതായത് ഒരു സമ്മിറ്റ് വരാനുണ്ടായിരുന്നു, അത് നടക്കുന്നില്ല എന്നാണ് ന്യൂസിൽ വരാൻ കാരണം. നിങ്ങൾക്ക് മനസ്സിലായോ എന്താ ഉദ്ദേശിച്ചുള്ളത്? ഇസ് ദാറ്റ് ക്ലിയർ? ഓക്കെ, അപ്പൊ ഇത്രയേ ഉള്ളൂ. അഫ്ഗാനിസ്ഥാനിൽ താലിബാൻ ഉള്ളത് കൊണ്ട് സാർക്കിന്റെ സമ്മിറ്റ് ഇപ്പോഴും നടക്കുന്നില്ല എന്നുള്ളത്. അപ്പൊ സാർക്ക് പോലുള്ള ഒരു ഓർഗനൈസേഷൻ, ഒരു അസോസിയേഷൻ ആണ് ഈ സൗത്ത് ഏഷ്യൻ രാജ്യത്തിലെ. അപ്പൊ അതിന്റെ ഒരു വീക്ക്നെസ് ആണ് ഇവിടെ കാണിക്കുന്നത്. ഓക്കെ, അങ്ങനെ മനസ്സിലാക്കി വെക്കുക. അടുത്തൊരു ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്യുന്നത്, IPCC. വാട്ട് ഈസ് IPCC? ഈ ഒരു ടോപ്പിക്ക് മുന്നേയും വന്നിട്ടുണ്ട് എന്നാണ് എന്റെ ഒരു ഓർമ്മ, അതുകൊണ്ടാണ് ചോദിക്കുന്നത്. IPCC, എനി ഐഡിയ? Intergovernmental Panel on Climate Change. വെരി ഗുഡ് നീനു. സോ ഇന്റർഗവൺമെന്റൽ പാനൽ ഓൺ ക്ലൈമറ്റ് ചേഞ്ച് ആണ്. അതായത് അന്താരാഷ്ട്ര തലത്തിൽ നമുക്ക് UN എന്ന് പറയുന്ന ഒരു ബോഡി ഉണ്ടല്ലേ, ആ UNന്റെ കീഴിൽ ലോകത്ത് നടക്കുന്ന ക്ലൈമാറ്റിക് ചേഞ്ച്, നമുക്കറിയാം കാലാവസ്ഥ വ്യതിയാനം, ചിലപ്പോൾ നല്ല ചൂടാണ്, ചിലപ്പോൾ നല്ല മഴയാണ്, ചില സ്ഥലങ്ങളിൽ എന്ത് ചെയ്യുന്നുണ്ട്, വെള്ളപ്പൊക്കം സംഭവിക്കുന്നുണ്ട്. കേരളത്തിൽ 2018 മുതൽ ഫ്ലഡ് സംഭവിക്കുന്നുണ്ട്. ഇതൊക്കെ വരുന്നത് എന്താ വെച്ചാൽ ക്ലൈമറ്റ് ചേഞ്ചിന്റെ അടിസ്ഥാനത്തിലാണ് വരുന്നത്. ഓക്കെ, അപ്പൊ അങ്ങനത്തെ ക്ലൈമറ്റ് ചേഞ്ച് ഭാവിയിൽ ഇനിയും സംഭവിക്കാം. ഓഷ്യനിൽ സീ ലെവൽ കൂടാം. അപ്പൊ ഓഷ്യനിൽ സീ ലെവൽ കൂടാൻ കടലിലെ വെള്ളം കൂടുന്ന എന്താ കുഴപ്പം? ചില ഐലൻഡുകളുണ്ട്, ആ ഐലൻഡുകളെല്ലാം മുങ്ങിപ്പോകും. താമസിക്കുന്ന ആൾക്കാരുടെ ഐലൻഡ് കൺട്രീസ് ഉണ്ട്, അതൊക്കെ മുങ്ങിപ്പോകാൻ സാധ്യതയുണ്ട്. അപ്പൊ അതൊക്കെ എന്തായാലും സംഭവിക്കും എന്നുള്ള അങ്ങനത്തെ ഏതാനും ചില റിപ്പോർട്ടുകൾ, ക്ലൈമറ്റ് ചേഞ്ചുമായി ബന്ധപ്പെട്ടുള്ള ചില റിപ്പോർട്ടുകൾ ലോകത്തിന് സമർപ്പിക്കുന്ന ഒരു ഗവൺമെന്റുകൾ തമ്മിലുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു റിസർച്ച് ബോഡിയാണത് IPCC എന്ന് പറയുന്നത്. അതാണ് കോൺസെപ്റ്റ് ഉള്ളത് IPCC. ഇനി IPCC ആരൊക്കെയാണ് ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാല് അതൊന്ന് കുറച്ച് ഇമ്പോർട്ടന്റ് ആണ്, ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക. വി ഹാവ് വേൾഡ് മെറ്റീരിയോളജിക്കൽ ഓർഗനൈസേഷൻ WMO പ്ലസ് UNEP, യുണൈറ്റഡ് നേഷൻ എൻവയോൺമെന്റ് പ്രോഗ്രാമും WMO വേൾഡ് മെറ്റീരിയോളജിക്കൽ ഓർഗനൈസേഷൻ എന്ന് പറയുന്ന ബോഡി കൂടി ചേർന്നിട്ടാണ് IPCC ഉണ്ടാക്കുന്നത്. IPCC ചെയ്യുന്ന ഫംഗ്ഷൻ എന്താണ്? അവർ ഈ ലോകത്തുള്ള ക്ലൈമറ്റ് ചേഞ്ചുമായി ബന്ധപ്പെട്ടിട്ടുള്ള റിപ്പോർട്ടുകൾ സമർപ്പിക്കുന്നു എന്നുള്ളതാണ്. പഠിച്ചിട്ട് അവർ റിപ്പോർട്ടുകൾ സമർപ്പിക്കുന്നു എന്നുള്ളതാണ് ചെയ്യുന്നത്. അവരുടെ റിപ്പോർട്ടുമെന്റുകൾ വിളിക്കുന്ന ഒരു പ്രധാനപ്പെട്ട പേര് കൂടെ ഉണ്ട്, അത് അറിഞ്ഞിരിക്കുക. അസസ്മെന്റ് റിപ്പോർട്ട് എന്ന് പറയാം.
അവർ ഓരോ റിപ്പോർട്ടുകൾ എടുക്കും, അസസ്മെന്റ് റിപ്പോർട്ട്. അതായത് അവർ ഓരോ സംഗതികൾ മനസ്സിലാക്കിയിട്ടുള്ള റിപ്പോർട്ടുകൾ സമർപ്പിക്കും. അതിനാണ് അസസ്മെന്റ് റിപ്പോർട്ട് എന്ന് പറയുന്നത്. അതിൽ 6th അസസ്മെന്റ് റിപ്പോർട്ട് 2022 വരുന്നത്. അപ്പൊ അതിൽ കാണാം എത്ര കാലം നമ്മുടെ ഭൂമി ഇതുപോലെ ഉണ്ടാകും എന്നുള്ളതിനെ കുറിച്ചുള്ള അവരുടെ ഒരു അണ്ടർസ്റ്റാൻഡിങ്, പഠനവും കാര്യങ്ങളെല്ലാം. ഓക്കെ, അപ്പൊ അതിന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ഒരു ഇന്റർ ഗവൺമെന്റൽ ബോഡിയാണ് ഇത് IPCC എന്ന് പറയുന്നത്. ആ ഒരു ലെവലിൽ അതൊന്ന് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, ഫൈൻ. അപ്പൊ ക്ലൈമറ്റ് ചേഞ്ചുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ടോപ്പിക്കാണ് IPCC എന്നുള്ളത്. മറ്റൊരു ടോപ്പിക്കാണ് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷന്റെ എയർ ക്വാളിറ്റിയുമായി ബന്ധപ്പെട്ടുള്ള പുതിയ നോംസ് ഇറക്കി എന്നുള്ളതാണ്. അതായത് എയർ ക്വാളിറ്റി നമുക്കറിയാം, നിങ്ങൾ താമസിക്കുന്ന പല സിറ്റികളുണ്ടാവും, പല പ്രദേശങ്ങളുണ്ടാവും, അവിടെ എത്രമാത്രം പൊല്യൂട്ടഡ് ആണ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ്. ഓക്കെ, ഡൽഹി പോലുള്ള പല പ്രദേശങ്ങളും, മുംബൈ പോലുള്ള പല പ്രദേശങ്ങളും ഹൈലി മെട്രോപൊളിറ്റൻ ആണ് എന്ന് പറഞ്ഞാൽ വലിയ വലിയ ടൗണുകളാണ് അവിടെ ഉള്ളത്. അപ്പൊ അവിടുത്തെ വെഹിക്കിൾ പൊല്യൂഷൻ, എയർ പൊല്യൂഷൻ, സൗണ്ട് പൊല്യൂഷൻ, എല്ലാ പൊല്യൂഷനും കൂടുമ്പോൾ എയറിലെ ക്വാളിറ്റിയിൽ വ്യത്യാസം വരുന്നുണ്ട്. ശ്വസിക്കുമ്പോൾ ആൾക്കാർക്ക് പ്രശ്നം വരുന്നു, കുറെ ആൾക്കാർ ആസ്മ വന്നിട്ട് മരിച്ചു പോകുന്നില്ലേ. സോ അതിന്റെ ഭാഗമായിട്ട് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ എന്ത് ചെയ്യുന്നുണ്ട്, എയർ ക്വാളിറ്റി എങ്ങനെയായിരിക്കണം എന്ന് പറയുന്ന ചില നിർദ്ദേശങ്ങൾ കൊടുക്കുന്നുണ്ട്. അതാണെന്ത് എയർ ക്വാളിറ്റി നോംസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതിന്റെ ഒരു എയർ ക്വാളിറ്റിയുമായി ബന്ധപ്പെട്ടുള്ള ആദ്യത്തെ ഒരു നോംസ് വന്നിരുന്നത് 2005 ഇപ്പൊ 2021 എന്ത് ചെയ്യുന്നുണ്ട്, അതിൽ അപ്ഡേഷൻ കൊണ്ടുവന്നിട്ടുണ്ട്. അതായത് ചില എയർ പൊല്യൂട്ടൻസ് ഉണ്ട്, നമ്മുടെ വായുവിനെ, എയറിനെ മലിനമാക്കുന്ന ചില കാര്യങ്ങളുണ്ട്. ഉദാഹരണത്തിന് അതിന് വിളിക്കുന്ന ഒരുപാട് വാക്കുകളുണ്ട്. പെർട്ടിക്കുലർ മാറ്റർ 2.5, പെർട്ടിക്കുലർ മാറ്റർ 10 എന്നൊക്കെ പറയുന്ന ആൾക്കാരുണ്ട്. നമ്മൾ SO2, സൾഫർ ഡയോക്സൈഡ്, നൈട്രജൻ ഡയോക്സൈഡ്, കാർബൺ മോണോക്സൈഡ്, ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ വരുന്നുണ്ട്. ഓക്കെ, ദെൻ ഓസോൺ, ഇതൊക്കെയാണ് അതിൽ വരുന്നത്. അതായത് ഇതെല്ലാം എയർ പൊല്യൂട്ടൻസ് ആണ്. ഇത് കൂടിക്കഴിഞ്ഞാൽ നമ്മുടെ അറ്റ്മോസ്ഫിയറിൽ ഓസോൺ കൂടിക്കഴിഞ്ഞാൽ, ഓക്കെ, ഓസോൺ എന്ന് പറഞ്ഞാൽ സ്ട്രാറ്റോസ്ഫിയറിൽ കാണുന്ന ഓസോൺ അല്ല, നമ്മൾ ഓസോണുള്ള അതിന്റെ താഴെ നമ്മുടെ ഭൂമിയുടെ ട്രോപ്പോസ്ഫിയർ എന്ന് പറയുന്ന ഒരു ലെയർ ഉണ്ട്. ഇമ്മീഡിയറ്റ്ലി നമ്മളൊക്കെ നിൽക്കുന്ന ലെയർ ആണ് ട്രോപ്പോസ്ഫിയർ എന്ന് പറയുന്നത്. ഏകദേശം ആദ്യത്തെ ഒരു 15 കിലോമീറ്റർ വരുന്നത്. അതായത് നമ്മൾ ഭൂമിയിൽ നിന്ന് ആകാശത്തേക്ക് ഒരു 15 കിലോമീറ്റർ നോക്കുന്ന ലെയറിനാണ് ട്രോപ്പോസ്ഫിയർ എന്ന് വിളിക്കുക. അവിടെയുള്ള ഓസോൺ കൂടി കഴിഞ്ഞാൽ നമുക്ക് ശ്വസിക്കാൻ ബുദ്ധിമുട്ടാണ്. അപ്പൊ ഓസോൺ, അവിടെ വരുന്ന കാർബൺ മോണോക്സൈഡ് വിഷവാതമാണ്, നൈട്രജൻ ഓക്സൈഡ്, സൾഫർ ഡയോക്സൈഡ്, PM2.5, PM10 തുടങ്ങിയിട്ടുള്ള എയർ പൊല്യൂട്ടൻസിന്റെ അളവ് കുറക്കണം എന്ന് പറയുന്നതാണ് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷന്റെ എയർ ക്വാളിറ്റി നോംസ് എന്ന് പറയുന്നത്. അപ്പൊ ആ ബേസിക് അണ്ടർസ്റ്റാൻഡിങ് മനസ്സിലാക്കി വെക്കുക. നമ്മുടെ എയറിനെ പൊല്യൂട്ടർ ആക്കുന്ന പൊല്യൂട്ടൻസ് എന്തൊക്കെയാണെന്നുള്ളത് അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. പൊല്യൂട്ടൻസ് ആ ലെവലിൽ നിന്ന് അറിഞ്ഞിരിക്കുക. ഓക്കെ, സോ അതാണ് ആ ടോപ്പിക്കിൽ വരുന്നത്. അടുത്തൊരു ടോപ്പിക്ക്, ഈ ടേം എന്താണെന്ന് പഠിച്ചു വെച്ചാൽ മതി. കോൺസെപ്റ്റ്. കൊറോണ വന്ന സമയത്ത് നമ്മുടെ നാട്ടിൽ കുറെ ആൾക്കാർക്ക് മൊബൈൽ ഫോൺ ഇല്ല, ഓൺലൈൻ ക്ലാസ്സിൽ ഇരിക്കാൻ കുറെ ആൾക്കാർക്ക് ഉണ്ട്. പണക്കാരായിട്ടുള്ള ആൾക്കാർക്ക് കുറെ ആൾക്കാർക്ക് ഉണ്ട്, ആ പണമില്ലാത്ത കുറെ ആൾക്കാർക്ക് കിട്ടുന്നില്ല. അപ്പൊ ഡിജിറ്റൽ എന്ന് പറയുന്നത് എന്താണ്, ലേറ്റസ്റ്റ് ഇൻഫർമേഷൻ ടെക്നോളജി ആണ്. ലേറ്റസ്റ്റ് ഇൻഫർമേഷൻ ടെക്നോളജിക്ക് ആക്സസിബിലിറ്റി ഉള്ള ആൾക്കാരും ഇല്ലാത്ത ആൾക്കാരും തമ്മിലുള്ള ഒരു ഗ്യാപ്പ് ഇല്ലേ, ആ ഗ്യാപ്പിനെയാണ് ഡിജിറ്റൽ ഡിവൈഡ് എന്ന് വിളിക്കുന്നത്. So there is a huge gap between those who have the access to latest mode of information and communication technology and those who does not have such kind of access. അപ്പൊ ആ ആക്സസ് ഇല്ലാത്തതിന്റെ ഒരു ഇതിനെ വിളിക്കുന്ന പേരാണ് എന്ത്, ഡിജിറ്റൽ ഡിവൈഡ് എന്ന് പറയുന്നത്. സോ ഇങ്ങനത്തെ ടേംസ് വരുന്ന സമയത്ത് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, ഈ വാക്കുകളൊക്കെ പിന്നീട് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ വേണ്ടി പറ്റും. ക്ലിയർ ആണോ പറഞ്ഞത് ഈ 3 ടോപ്പിക്കുകൾ? Yes, sir. എന്ന് പറഞ്ഞാൽ പർട്ടിക്കുലർ മാറ്റർ ആണ് കേട്ടോ. IPCC പറഞ്ഞ ഇന്റർ ഗവൺമെന്റൽ പാനൽ ഓൺ ക്ലൈമറ്റ് ചേഞ്ച്. ഓക്കെ, സാർക്കും കാരണം ഇത് നിങ്ങൾ അപ്പൊ റെഫർ ചെയ്യുന്നില്ലേ? ഓക്കെ, ഫുള്ള് ചോദിക്കുന്ന ആൾക്കാർ ജസ്റ്റ് നിങ്ങളുടെ റെഫറൻസ് കൊണ്ടുവരും, ഞാൻ അതിന്റെ ഒരു ഫർദർ എക്സ്പ്ലനേഷൻ ആണ് ഇവിടെ പറയുന്നത് കേട്ടോ. അപ്പൊ നിങ്ങൾ ഒന്ന് എഫേർട്ട് എടുക്കണേ, ജസ്റ്റ് ഒന്ന് എടുത്താൽ മതി, ഇത്രയേ ഉള്ളൂ. നമ്മൾ ഗ്രൂപ്പിൽ ഡയലി നിങ്ങൾക്ക് റെഫറൻസിന്റെ ടോപ്പിക് ഇടുന്നുണ്ട്, അത് വരുന്ന സമയത്ത് ജസ്റ്റ് അതെന്താന്ന് ഗൂഗിൾ ചെയ്താൽ മതി, ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ബാക്കി ഞാൻ പറയുന്നതനുസരിച്ച് എന്ത് ചെയ്താൽ മതി ക്ലാസ്സിൽ, അപ്പൊ അതിന്റെ കൂടുതൽ ആഡ് ഓൺ ചെയ്ത് വെച്ചാൽ മതി. ഓക്കെ, ആദ്യത്തെ ഒരു 2-3 മാസം നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാല് നമ്മുടെ കോഴ്സ് കഴിയുന്നതിനനുസരിച്ച് നിങ്ങൾക്ക് സ്വന്തമായിട്ട് പിന്നെ പത്രം വായിക്കാനും നോട്ട് എഴുതാനൊക്കെ പറ്റും. ആ ഒരു കപ്പാസിറ്റി നിങ്ങൾക്ക് ബിൽഡ് ചെയ്യാം. സോ കൺസിസ്റ്റൻസി ഇസ് വെരി ഇമ്പോർട്ടന്റ്. കൺസിസ്റ്റന്റ് ആയിട്ട് നിങ്ങൾ ചെയ്യാന്ന് പറയുന്നതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഓക്കെ, സോ ദിസ് ഈസ് ഓൾ അബൌട്ട് ദീസ് 3 ടോപ്പിക്സ്. അടുത്ത ഒരു ടോപ്പിക് ഇവിടെ നോക്കിയേ, ഗൽവാൻ വാലി. ഈ വാലിനെ കുറിച്ച് നിങ്ങൾ ആരും കേട്ടിട്ടുണ്ടോ? ഗാൽവാൻ വാലി. വൈ ന്യൂസ് വെച്ചാൽ ഇന്ത്യ റിജക്ട്സ് ചൈനാസ് അക്യൂസേഷൻ ഓൺ ക്ലാഷ്. അതായത് ഇന്ത്യയും ചൈനയും തമ്മിൽ എന്തോ ഒരു ഇഷ്യൂ ആണെന്ന് മനസ്സിലായി അല്ലെ?
സോ വാട്ട് വി ക്യാൻ സീ ഗൽവാൻ വാലി സിറ്റുവേറ്റ്സ് ബിറ്റ്വീൻ ഇന്ത്യ ആൻഡ് പാകിസ്ഥാൻ, സോറി ഇന്ത്യ ആൻഡ് ചൈന, ആ ഒരു ബോർഡറിൽ ലൈൻ ഓഫ് കൺട്രോളിന്റെ ഭാഗത്തുള്ളതാണെന്നുള്ളത്. അപ്പൊ നിങ്ങൾ ഇങ്ങനത്തെ സ്ഥലങ്ങളുടെ പേര് വരുന്ന സമയത്ത് നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. ജസ്റ്റ് ഞാനൊരു ചിത്രം വരച്ചുതരാം. ജസ്റ്റ് ഡ്രോ ലൈക്ക് ദാറ്റ്, അത്രേ ഉള്ളൂ. നമ്മൾ ഇതാ നമ്മുടെ പുന്നാര കാശ്മീരിനെ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് വരക്കുകയാണെന്നുണ്ടെങ്കിൽ ഹിയർ യു ക്യാൻ സി ദിസ് ഈസ് അവർ ടിപ്പിക്കൽ കാശ്മീർ. ഈ കാശ്മീരിന്റെ ഈ ഒരു ഭാഗം നമ്മൾ നേരത്തെ പറഞ്ഞു, ജസ്റ്റ് ഹാവ് ദിസ്, ഈ ഒരു ഭാഗം എന്താ ലൈൻ ഓഫ് കൺട്രോൾ പറഞ്ഞിട്ട് പാകിസ്ഥാൻ കൊണ്ടുപോയി. എന്നാൽ ഈ റെഡ് ഇട്ട ഭാഗം അത് ചൈന കൊണ്ടുപോയി. അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക, അക്സായ് ചിൻ എന്ന് പറയുന്ന റീജിയൻ. അപ്പൊ നമുക്ക് കാശ്മീർ എന്താ ഉള്ളത്, ഈ രണ്ട് സൈഡിലുള്ള ഭാഗം മാത്രമേ ഉള്ളൂ. അക്സായ് ചിൻ എന്ന് പറയുന്ന ഒരു പ്രദേശമാണ് ഇത്, അക്സായ് ചിൻ. ഈ അക്സായ് ചിന്നിലെ ഒരു താഴ്വരയുണ്ട്, നമ്മുടെ ഈ ഒരു ബോർഡർ റീജിയൻ ബിറ്റ്വീൻ ദീസ്. ഓക്കെ, ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക, ഗാൽവാൻ വാലി. അവിടെയാണ് എന്ത് ചെയ്യുന്നത്, ചൈനക്കാരും ഇന്ത്യക്കാരും പട്ടാളം തമ്മിലുള്ള പ്രശ്നങ്ങൾ നടക്കുക, ഗാൽവാൻ വാലി എന്നുള്ളത്. സോ ഇങ്ങനത്തെ ലൊക്കേഷൻസ് വരുന്ന സമയത്ത് ജസ്റ്റ് ഡ്രോ എ ടിപ്പിക്കൽ മാപ്പ്, ജസ്റ്റ് ലൊക്കേറ്റ് ദാറ്റ് റീജിയൻ. വൈ യു നോ, ഇൻ ദ ലാസ്റ്റ് ഇയർ UPSC ആസ്ക്ഡ് എ സിമിലർ ക്വസ്റ്റ്യൻ. ഈ പ്രദേശം വളരെ ഇമ്പോർട്ടന്റ് ആയിരുന്നു. എന്നിട്ട് ഗാൽവാൻ വാലി എന്നിട്ട് ഇത് ഇന്നതിന്റെ നോർത്ത് ആണോ ഇന്നതിന്റെ സൗത്ത് ആണോ അങ്ങനെയാണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പൊ ലൊക്കേഷൻ നിങ്ങൾ കാണുന്ന സമയത്ത് ജസ്റ്റ് ഡ്രോ ദ മാപ്പ്, എന്നിട്ട് അവിടെ എന്തൊക്കെയാണ് വരുന്നത് എന്നുള്ളത് ജസ്റ്റ് ഗൂഗിൾ ചെയ്താൽ മതി. യു ഗെറ്റ് ബെറ്റർ മാപ്സ്. നല്ല മാപ്പും കാര്യങ്ങളെല്ലാം കിട്ടും. ഞാൻ വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞെന്നുള്ളൂ. ഓക്കെ, അപ്പൊ കാശ്മീർ എവിടെയെന്ന് മനസ്സിലായല്ലോ നിങ്ങൾക്ക്. നമ്മുടെ കാശ്മീരിൽ എന്തൊക്കെ നമുക്കുണ്ട്, ബാക്കി ആരുടെ കയ്യിലാണെന്നുള്ളത്, ഫുള്ള് വെടിവെപ്പിന്റെ ആണെന്നുള്ളത്. ഓക്കെ, സോ അത്രയാണ് അതിൽ ഉദ്ദേശിക്കുന്നത്. അടുത്തൊരു ടോപ്പിക്കാണ് ഇൻഡോ-US. ഇൻഡോ-US പറഞ്ഞാൽ ഇന്ത്യയും US തമ്മിലുള്ള ബന്ധം. ഇത് വളരെ വലിയൊരു ടോപ്പിക്കാണ് IR സംബന്ധിച്ചിടത്തോളം. മെയിൻസിനൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ നല്ല രീതിയിൽ പഠിക്കേണ്ട ഒരു ടോപ്പിക്കാണ്. പക്ഷെ ഇവിടെ നമ്മൾ വളരെ മിനിമം പോയിന്റ് ഓഫ് വ്യൂ അണ്ടർസ്റ്റാൻഡ്, ചില കാര്യങ്ങൾ അറിഞ്ഞിരിക്കുക എന്ന് മാത്രം ജസ്റ്റ് ശ്രദ്ധിച്ചാൽ മതി. ഭാവിയിൽ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ വരും. കാരണം എന്താ വെച്ചാൽ വി ഹാവ് പ്രൈം മിനിസ്റ്റർ മോഡി ആൻഡ് ദേ ഹാവ് ദർ പ്രസിഡന്റ് ബിഡൻ. ഓക്കെ, ബിഡൻ തമ്മിലുണ്ട്. അപ്പൊ അവര് തമ്മിലുള്ള ഒരു പുതിയ ബന്ധം എങ്ങനെയായിരിക്കണം എന്നൊക്കെ അവർ ഡിസൈഡ് ചെയ്യുന്നുണ്ട്. ഓരോ പ്രസിഡന്റുമാർ വരുമ്പോൾ, ഓരോ പ്രൈം മിനിസ്റ്റർമാർ വരുമ്പോൾ മാറ്റങ്ങൾ സംഭവിക്കും. ഓക്കെ, ഡൊണാൾഡ് ട്രംപ് ആയപ്പോ സമയത്ത് വേറെ ആയിരുന്നു, ബിഡൻ വരുമ്പോൾ വേറെ സംഭവിക്കും, അങ്ങനെ. അപ്പൊ നമുക്ക് ബേസിക്കലി മനസ്സിലാക്കേണ്ട ഒരു പോയിന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യയും US തമ്മിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ബന്ധമാണ് ഉള്ളത്. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് രണ്ടിന്റെ ബാക്ക്ഗ്രൗണ്ട് നോക്കുകയാണെങ്കിൽ രണ്ടു പേർക്കും കോമൺ ആയിട്ടുള്ള ഒരു ഫീച്ചർ ആണെന്ത്, ദ ഓൾഡസ്റ്റ് ആൻഡ് ലാർജസ്റ്റ് ഡെമോക്രസി എന്ന് പറയുന്ന രീതിയിൽ. ഇന്ത്യയും US ഉള്ളത് എന്താണ്, ഡെമോക്രസിയാണ്. ഡെമോക്രാറ്റിക് ഫോം ഓഫ് ഗവൺമെന്റ് ആണ് ഉള്ളത്. വൺ ഓഫ് ദി ഓൾഡസ്റ്റ് ഡെമോക്രസിയാണ് US, ലാർജസ്റ്റ് ഡെമോക്രസിയാണ് ഇന്ത്യ. അപ്പൊ ഡെമോക്രാറ്റിക് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിൽ ഇവർ രണ്ടുപേരും ഏകദേശം സിമിലർ ആണ്. പിന്നീട് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും 1991 ന്യൂ എക്കണോമിക് പോളിസി എന്ന് പറയുന്ന സംഗതി അല്ലെ. നമ്മൾ ഈ ഗ്ലോബലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ, ലിബറലൈസേഷൻ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം വരുന്നത്. ഓക്കെ, സോ ന്യൂ എക്കണോമിക് പോളിസി. ആ ന്യൂ എക്കണോമിക് പോളിസിക്ക് ശേഷം ഇന്ത്യ അമേരിക്ക തമ്മിൽ നല്ല ബന്ധമാണുള്ളത്. നമ്മൾ ഇന്ത്യ അമേരിക്കയിലൂടെ ഒരുപാട് ട്രേഡ് നടത്തുന്നുണ്ട്, അവിടുന്ന് കുറെ ആൾക്കാർ ഇങ്ങോട്ട് ട്രേഡ് നടത്തുന്നുണ്ട്. അങ്ങനെ ട്രേഡിലൊക്കെ വളരെ നല്ല ബന്ധമുണ്ട്. ട്രേഡിൽ മാത്രമല്ല, മിലിറ്ററിയിൽ ബന്ധമുണ്ട്, മറ്റ് സഹകരണങ്ങളുണ്ട്. ഉദാഹരണത്തിന് ഞാൻ ഒരു ടോപ്പിക്ക് ഞാൻ നിങ്ങളുടെ ഓർമ്മയിൽ കൊണ്ടുവരാണ്. കഴിഞ്ഞ ദിവസമൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. വാട്ട് ഈസ് ദിസ് ടോപ്പിക്? ആരൊക്കെയുണ്ട് ഇതില്, ഈ ഗ്രൂപ്പിംഗ്സിൽ, ക്വാഡില്? ഇന്ത്യ, ജപ്പാൻ, ഓസ്ട്രേലിയ, USA. ഈ 4 കൺട്രീസ് തമ്മിലുള്ള ഇൻഡോ പസഫിക് റീജിയനിലുള്ള കോപ്പറേഷൻ ആണ് അല്ലെ. മിലിറ്ററി, ദെൻ കമ്മ്യൂണിക്കേഷൻ, അങ്ങനെ ഒരുപാട് കോപ്പറേഷൻ വരുന്നതാണ് ക്വാഡ് എന്ന് പറയുന്നത്. കഴിഞ്ഞ ആഴ്ച ടോപ്പിക്കിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. അപ്പൊ നോക്കി, കഴിഞ്ഞ ആഴ്ച നിങ്ങൾ പഠിച്ചൊരു ടോപ്പിക് ഇവിടെ കയറി വരുവാണ്. അപ്പൊ അതിൽ US ഉള്ളതുകൊണ്ടാണ് കയറി വന്നത്. നിങ്ങൾ ഇനി അടുത്തൊരു ടോപ്പിക്ക് പഠിക്കുകയാണ്, ഇന്ത്യ ജപ്പാൻ തമ്മിലുള്ള റിലേഷൻ, അപ്പൊ അതിലും കോഡ് ഉണ്ട്. ഇന്ത്യ ഓസ്ട്രേലിയ തമ്മിലുള്ള റിലേഷൻ, അപ്പൊ അതിലും കോഡ് ഉണ്ട്. അപ്പൊ നിങ്ങൾ പഠിച്ചിട്ടുള്ള ടോപ്പിക്കിൽ ഇങ്ങനെ സിമ്പിൾ ആയിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ക്ലിയർ ആണോ പറഞ്ഞത്? അപ്പൊ അങ്ങനെ വളരെ മിനിമം പോയിന്റ് ഓഫ് വ്യൂല് നിങ്ങൾ വളരെ ക്രിസ്റ്റൽ ആയിട്ട്, സിമ്പിൾ ആയിട്ട് നിങ്ങൾ ടോപ്പിക്ക് റെഫർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് ഫൈൻ, ദാറ്റ് ഈസ് ഇനഫ്. അതാണ് നമുക്ക് വേണ്ടത്. ഓക്കെ സാർ, നമ്മുടെ കാശ്മീരിന്റെ അവിടെ കുറച്ച് ബോർഡർ ആയിട്ട് ലൈൻ വെച്ചിട്ടില്ലേ? പിന്നെ നമ്മള് മാപ്പ് വരയ്ക്കുമ്പോ എന്തിനാണ് മറ്റൊന്നും കൂടി ചേർത്ത് വരയ്ക്കുന്നത്? എങ്ങനെ ക്ലിയർ ആയില്ല? ആ കാശ്മീരില് പാകിസ്ഥാനും ചൈനയും തമ്മിൽ ആ ഒരു ബോർഡർ നമ്മൾ ഇന്ത്യയുമായിട്ട് ഡിഫറെന്റ് ചെയ്യുന്നില്ലേ? അപ്പൊ മാപ്പിൽ അതെന്താണ് അവരുടെ ബോർഡർ കൂടെ നമ്മൾ വരയ്ക്കുന്നത്? അവരുടെ ബോർഡർ അല്ല, ആക്ച്വലി അത് നമ്മുടെ ബോർഡറാണ്, അവര് പിടിച്ചോണ്ട് പോയതാണ്. അതാണ് നമ്മൾ ക്ലെയിം ചെയ്യുന്നത്. അതായത് നമ്മൾ വരക്കുന്ന മുഴുവൻ കാശ്മീർ ആക്ച്വലി നമ്മുടേതാണ്.
അതേ സമയത്ത് പാകിസ്ഥാൻ നമ്മുടെ കുറച്ച് ഏരിയ കൊണ്ടുപോയി LOC പാക് ഒക്കുപൈഡ് കാശ്മീർ. ചൈനക്കാരെ അവിടുന്ന് കുറച്ച് കൊണ്ടുപോയി അത് അവരുടെ LAC അക്സായ് ചീൻ എന്ന് പറയുന്ന പ്രദേശം. പക്ഷെ യഥാർത്ഥത്തിൽ അത് നമ്മുടെ ഭാഗമാണെന്നാണ് നമ്മൾ ക്ലെയിം ചെയ്യുന്നത്. അവര് പറയുന്നത് അവരുടേതാണ്. അതുകൊണ്ടാണ് അവിടെ ഇപ്പോഴും വെടിവെപ്പ് നടക്കുന്നത്, ക്ലാഷ് നടക്കുന്നത്. വിട്ടു നൽകാൻ രണ്ടു കൂട്ടരും തയ്യാറല്ല, ലോകരാജ്യങ്ങൾ അംഗീകരിക്കുന്നില്ല. അപ്പൊ അതിങ്ങനെ ലോകത്ത് കുറച്ച് പ്രശ്നങ്ങളുള്ള ഏരിയകളിൽ പെട്ടതാണ്. അതുകൊണ്ടാണ് നമ്മൾ ഒരിക്കലും നമ്മുടെ കാശ്മീരില്ലാത്ത മാപ്പ് വരക്കാൻ നമ്മൾ റെഡി ആകുമോ? ഇല്ല, നമ്മൾ വിട്ടുകൊടുത്തു എന്നല്ല അർത്ഥം. അത് തന്നെയാണ് നമ്മുടെ ഗവൺമെന്റ് എന്തായാലും തയ്യാറാവത്തില്ല. അതിന് നമ്മൾ റെഡി ആവേണ്ട ആവശ്യമില്ല. ദാറ്റ്സ് അവർ സോവറിനിറ്റി. നമ്മൾ പൊളിറ്റിക്കലി സോവറിനിറ്റി എന്ന് പറഞ്ഞൊരു വാക്ക് പഠിച്ചില്ലായിരുന്നു. നമ്മുടെ പരമാധികാരം നമ്മുടെ രാജ്യമാണെന്നുള്ളത്. അങ്ങനത്തെ കുറച്ച് കോൺസെപ്റ്റ് ഉള്ളതുകൊണ്ടാണ് നമ്മൾ വിട്ടുകൊടുക്കാത്തത്. ഓക്കെ, അടുത്തത് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് ആണ്. അതായത് കോപ്പറേറ്റീവ് സൊസൈറ്റി എന്ന് പറയുന്ന ഒരു ആക്ട് ഉണ്ട്. അതിൽ ചില മാറ്റങ്ങൾ, അമെന്റ്മെന്റ് എന്നുള്ള വാക്ക് നിങ്ങൾക്ക് അറിയാലോ, പൊളിറ്റിയിൽ മാറ്റത്തെ കുറിച്ചാണ് പറയുന്നത് എന്നുള്ളത്. അതിൽ ചില മാറ്റങ്ങൾ വരുന്നു അമിത്ഷാ പറഞ്ഞു. ഹൂയിസ് അമിത്ഷാ? അറിയില്ലേ? ഹോം മിനിസ്റ്റർ. യാ, ഓക്കെ ഫൈൻ, ഓക്കെ. സോ അമിത്ഷാ എന്താണ്, നമ്മുടെ മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സ് ഉണ്ട്, അല്ലെങ്കിൽ ഹോം മിനിസ്ട്രിയുടെ ആളാണ്. പ്ലസ് കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ഒരു മിനിസ്ട്രി ഉണ്ട്, അതിന്റെ കൂടെ ചാർജിലുള്ള ആളാണ്. അതുകൊണ്ടാണ് അദ്ദേഹം അത് പറഞ്ഞിട്ടുള്ളത്, കോപ്പറേറ്റീവ് സൊസൈറ്റി. ഓക്കെ, കോപ്പറേറ്റീവ് സൊസൈറ്റി. അപ്പൊ അതിന്റെ കൂടെ ഒരു ചാർജുള്ള മന്ത്രിയാണ് ആര്? അമിത്ഷാ. അതുകൊണ്ടാണ് അതിൽ മാറ്റങ്ങൾ വരും എന്ന് പറഞ്ഞിട്ടുള്ളത്. ഇനി എന്താണ് കോപ്പറേറ്റീവ് സൊസൈറ്റി എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കോപ്പറേറ്റീവ് സൊസൈറ്റി എന്ന് പറഞ്ഞാൽ കുറച്ച് ആൾക്കാർ കൂട്ടം ചേർന്നിട്ട് ഒരു ഓട്ടോണമസ് ബോഡിയായിട്ട് പ്രവർത്തിക്കുക, കോപ്പറേറ്റീവ് ആയിട്ട് സഹകരിച്ചിട്ട് മുന്നോട്ട് പോകുന്നത്. ഉദാഹരണത്തിന് നമ്മൾ പറയാണ്, കോപ്പറേറ്റീവ് ആയിട്ട് കുറച്ച് ആൾക്കാർ എന്ത് ചെയ്യുന്നുണ്ട്, അച്ചാർ കമ്പനി തുടങ്ങുന്നുണ്ട്, ഡ്രസ്സ് തുടങ്ങുന്നുണ്ട്, എന്നിട്ട് ചെറിയ ഇൻഡസ്ട്രി തുടങ്ങുന്നുണ്ട്. ഒക്കെ കോപ്പറേറ്റീവ് സൊസൈറ്റിയാണ്. അപ്പൊ അതാണ് കോപ്പറേറ്റീവ് സൊസൈറ്റി എന്ന് പറയുന്നത്. അപ്പൊ കോപ്പറേറ്റീവ് സൊസൈറ്റി എന്ന് പറഞ്ഞാൽ ഈ ഉദാഹരണത്തിന് കോപ്പറേറ്റീവ് സൊസൈറ്റി ഏറ്റവും കൂടുതൽ എഫക്റ്റീവ് ആകുന്നത് ഗ്രാമങ്ങളിലാണ്. ഈ ഗ്രാമങ്ങളിൽ കുറച്ച് ആൾക്കാർ കൂടി ചേർന്നിട്ട് എന്ത് ചെയ്യാണ്, അവർ ഓർഗനൈസ്ഡ് ആയിട്ട് ചില ആക്ടിവിറ്റീസ് നടത്തുകയാണ്. അപ്പൊ എക്കണോമിക് ബൂമിംഗ് ഉണ്ടാവും, സപ്പോർട്ടും കാര്യങ്ങളെല്ലാം ഉണ്ടാവും. അതാണ് കോപ്പറേറ്റീവ് സൊസൈറ്റീസിന്റെ ഒരു ഉദ്ദേശം എന്നുള്ളത്. പക്ഷേ നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത് ഈ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് ഇന്ത്യയിൽ വരുന്നത് 19th കോൺസ്റ്റിറ്റ്യൂഷൻ അമെന്റ്മെന്റിലാണ്. അതായത് 2011 ഈ ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് എന്ന് പറയുന്ന സംഗതിയെ, അല്ലെങ്കിൽ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് എന്ന് പറയുന്നതിനെ കോൺസ്റ്റിറ്റ്യൂഷനിൽ നമ്മൾ ആഡ് ചെയ്യുന്നത്, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ നമ്മൾ ആഡ് ചെയ്യുന്നത് 2011 മാത്രം. അത്രയും കാലം നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അതിനു മുമ്പ് പ്രവർത്തിച്ചിട്ടുണ്ടായിരുന്നു, അവർക്ക് കോൺസ്റ്റിറ്റ്യൂഷണൽ സപ്പോർട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഓക്കെ, ഇനി ഈ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് എവിടെയൊക്കെ പറയുന്നുണ്ട് എന്നുള്ളതാണ്. എന്താണ് പാർട്ട് 3 പറയുന്നത്? കോൺസ്റ്റിറ്റ്യൂഷന്റെ പാർട്ട് 3 എന്താ പറയുന്നത്? എന്തിനെ കുറിച്ചാ? ഫണ്ടമെന്റൽ റൈറ്റ്. വെരി ഗുഡ്, ഫണ്ടമെന്റൽ റൈറ്റ്സിനെ കുറിച്ചാണ് പറയുന്നത് അല്ലെ. ആ ഫണ്ടമെന്റൽ റൈറ്റ്സിൽ എന്ത് പറയുന്നുണ്ട്? കോപ്പറേറ്റീവ് സൊസൈറ്റിയെ കുറിച്ച് പറയുന്നുണ്ട്. ഏതെന്ന് അറിയോ? ആർട്ടിക്കിൾ 19 നിങ്ങൾ കേട്ടിട്ടുണ്ടോ? റൈറ്റ് ടു ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ എന്ന് പറയുന്നത്. അതിൽ ഫ്രീഡം ടു ഓർഗനൈസ് കോപ്പറേറ്റീവ് സൊസൈറ്റി എന്ന് പറയുന്നുണ്ട്. ഫ്രീഡം ടു ഓർഗനൈസ് കോപ്പറേറ്റീവ് സൊസൈറ്റി നമ്മുടെ ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ പ്രകാരം തന്നെയാണെന്ത്, ഫ്രീഡം ടു ഓർഗനൈസ് കോപ്പറേറ്റീവ് സൊസൈറ്റി എന്നുള്ളത് പാർട്ട് 3 ഫണ്ടമെന്റൽ റൈറ്റിൽ പറയുന്നുണ്ട്. എന്താ പാർട്ട് 4? DPSP. വെരി ഗുഡ്, DPSPയിൽ എന്ത് ചെയ്യുന്നുണ്ട്? ഈ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ഫോം ചെയ്യുന്നതിനെ കുറിച്ച് പറയുന്നുണ്ട്. ഓക്കെ, ദെൻ നമ്മുടെ ഈ മുനിസിപ്പാലിറ്റി എന്നൊക്കെ പറയുന്ന സംഗതി ഉണ്ട്, പാർട്ട് 9B. മുനിസിപ്പാലിറ്റീസിനെ കുറിച്ച് പറയുന്നതാണ്. അതിലും എന്ത് പറയുന്നുണ്ട്? കോപ്പറേറ്റീവ് സൊസൈറ്റിയെ കുറിച്ച് പറയുന്നുണ്ട്. അതിലൊക്കെ ചില മാറ്റങ്ങൾ, അവരുടെ ഘടനയിൽ ചില മാറ്റങ്ങൾ ഗവൺമെന്റ് കൊണ്ടുവരാൻ വേണ്ടി പോവുക എന്നുള്ളതാണ് വാർത്തയിൽ വരാൻ കാരണം. അപ്പൊ ഈ കോപ്പറേറ്റീവ് സൊസൈറ്റീസിന്റെ ഉപകാരം എന്തൊക്കെയാണ്? വൈ ദീസ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആർ റെലവന്റ് ഫോർ അവർ ഇന്ത്യൻ സൊസൈറ്റി? ഇന്ത്യൻ എക്കണോമിക്ക് എത്രമാത്രം ഇമ്പോർട്ടന്റ് ആണ് എന്നുള്ളതിനെ കുറിച്ച് ഒന്ന് ആലോചിച്ച് നോക്കുക. ജസ്റ്റ് ഒന്ന് തിങ്ക് ഓൺ ഇറ്റ്. ഓക്കെ, കോപ്പറേറ്റീവ് സൊസൈറ്റീസ് നിങ്ങൾ ചിലപ്പോൾ കേട്ടിട്ടുണ്ടാവും, കോപ്പറേറ്റീവ് സഹകരണ ബുക്ക് സ്റ്റാൾ, മെഡിക്കൽ ഷോപ്പ് എന്നൊക്കെ കേട്ടിട്ടുണ്ടാവും. അതൊക്കെ എങ്ങനെയാണെന്നുള്ളത് ഒന്ന് നോക്കിയാൽ മതി. അതാണ് ഇതിന്റെ ഉദ്ദേശം കേട്ടോ. അടുത്തൊരു ടോപ്പിക്കാണ് സൈക്ലോൺ ഗുലാബ് ജാം. ഓക്കെ, സൈക്ലോൺ ഗുലാബ് എന്ന് പറയുന്നത്. അപ്പോ ഇത് നോക്കിയേ, അലേർട്ട് സൗണ്ടഡ് ഓൺ ഒഡീഷ ഓവർ സൈക്ലോൺ ഗുലാബ്, ഒഡീഷ. സോ ഇഫ് യു ഡ്രോ ദ മാപ്പ് ഓഫ് ഇന്ത്യ, ദിസ് ഈസ് വെസ്റ്റേൺ കോസ്റ്റ്. അറേബ്യൻ സീ ഉള്ളതിന് നമുക്ക് വെസ്റ്റേൺ കോസ്റ്റ് എന്ന് പറയാം. ഇതെന്താണ്? ഈസ്റ്റേൺ കോസ്റ്റ്, കിഴക്കൻ ഭാഗം എന്നുള്ളത്. ഈ കിഴക്കൻ ഭാഗത്താണ് ഏറ്റവും കൂടുതൽ ട്രോപ്പിക്കൽ സൈക്ലോൺസ് വരുന്നത്. സൈക്ലോൺസ് പറഞ്ഞാൽ എന്താ പറയാ, ചുഴലിക്കാറ്റ് അല്ലെ, ന്യൂനമർദ്ദം വെച്ചിട്ടുള്ള ലോ പ്രഷർ ഏരിയയാണ് സൈക്ലോൺസ് എന്ന് പറയുന്നത്. സോ സൈക്ലോൺസിന്റെ ഏറ്റവും വലിയ പ്രത്യേകത, അവിടെ ലോ പ്രഷർ ആയിരിക്കും ഉണ്ടാവുക. ലോ പ്രഷർ എയർ ഉണ്ടാവും. ആ എയർ ഇങ്ങനെ ഉയർന്നു വന്നിട്ട് ഇങ്ങനെ കടലില് വാട്ടറും കൊണ്ട് മൂവ് ചെയ്യും. അപ്പൊ കടലിലുള്ള വെള്ളം കടൽ തീരത്തിലോട്ട് ഷിഫ്റ്റ് ചെയ്തിട്ട് അവിടെ ആകെ വെള്ളപ്പൊക്കവും മഴയൊക്കെ പെയ്യിപ്പിക്കും. സിംപ്ലി സെയിങ് അത്രയേ ഉള്ളൂ. കടലിലെ വാമായിട്ടുള്ള ഓഷ്യൻ വാട്ടറിനെ പൊക്കിക്കൊണ്ടുവന്നിട്ട് ആകെ ഒരു ചുഴലിക്കാറ്റ് പോലെ കടൽ തീരത്തിലോട്ട് വെള്ളം അടുപ്പിച്ച് കയറ്റുന്നതാണ്
സൈക്ലോൺസ് എന്ന് വിളിക്കുന്നത്. നമ്മുടെ നാട്ടിൽ കാണുന്ന സൈക്ലോൺസിനെ നമുക്ക് ട്രോപ്പിക്കൽ സൈക്ലോൺസ് എന്ന് വിളിക്കാം. അതായത് നമ്മൾ ട്രോപ്പിക്കൽ റീജിയനിൽ ട്രോപ്പിക്കൽ റീജിയൻസിൽ കാണുന്നതുകൊണ്ടാണ് ട്രോപ്പിക്കൽ സൈക്ലോൺസ് എന്ന് വിളിക്കുന്നത്. ഏറ്റവും കൂടുതൽ സൈക്ലോൺസ് ഇന്ത്യയിൽ വീശുന്നത് ഈസ്റ്റേൺ കോസ്റ്റിലാണ്, അല്ലെങ്കിൽ ബേ ഓഫ് ബംഗാളിലാണ്. ബേ ഓഫ് ബംഗാളിലാണ് വരുന്നത്. നോക്കിയേ, ഒഡീഷ ബേ ഓഫ് ബംഗാളിൽ ചാരി നിൽക്കുന്ന ഒരു സ്റ്റേറ്റ് അല്ലേ, അവിടെയാണ് വരുന്നത്. അങ്ങനെ ഒരുപാട് സൈക്ലോൺസ് എല്ലാ വർഷവും വരാറുണ്ട്. ഈ പ്രാവശ്യം വന്ന സൈക്ലോണിന്റെ പേര് സൈക്ലോൺ ഗുലാബ് എന്നാണ്. ഈ പേര് കൊടുത്തിരിക്കുന്നത് പാകിസ്ഥാനാണ്. ഓക്കെ, അപ്പൊ പാകിസ്ഥാൻ എന്താ അവിടെ ഇന്ത്യൻ ഓഷ്യന്റെ കാര്യം അല്ലെ ബേ ഓഫ് ബംഗാൾ കാര്യം എന്ന് തോന്നുന്നുണ്ടോ? അത് തോന്നുന്നുണ്ടെങ്കിൽ വേൾഡ് മീറ്റിയോറോളജിക്കൽ ഓർഗനൈസേഷൻ പറഞ്ഞ സംഗതി ഇല്ലേ, മീറ്റിയോറോളജിക്കൽ ഓർഗനൈസേഷൻ, അതിൽ ഒരുപാട് രാജ്യങ്ങളുണ്ട്. ഇന്ത്യ, പാകിസ്ഥാൻ, നമ്മുടെ ഇന്ത്യൻ ഓഷ്യനിലുള്ള അവിടുത്തെ രാജ്യങ്ങൾ എല്ലാവരും ഉണ്ട്. അവർ ആൾട്ടർനേറ്റീവ് ആയിട്ട് ഓരോരുത്തരുടെ കഴിഞ്ഞിട്ട് ഓരോരുത്തരാണ് അടുത്ത സൈക്ലോണിന്റെ പേരുകൾ നിർദ്ദേശിക്കുക. പാകിസ്ഥാന്റെ അവസരം വന്നപ്പോൾ അത് ഗുലാബായി എന്ന് മാത്രം. പേരിന്റെ കാര്യം നിങ്ങൾ അത്ര ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കണ്ട. വേൾഡ് മീറ്റിയോറോളജിക്കൽ ഓർഗനൈസേഷനിലെ മെമ്പർ കൺട്രീസ് ആയിട്ടുള്ള രാജ്യങ്ങൾ ഓൾറെഡി പേരുകൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓരോ സമയത്താകുമ്പോൾ അവർ എടുത്ത് ഉപയോഗിക്കുന്നത് മാത്രം. ഓക്കെ, അനാവശ്യമായിട്ട് വർക്ക് ചെയ്യുന്ന മൈക്ക് ഒന്ന് ഓഫ് ചെയ്യൂ. ഓക്കെ, അത് ഞാൻ അതുകൊണ്ടാണ് നിങ്ങളുടെ നേരത്തെ തുടക്കത്തിൽ സെഷൻ ഞാൻ ഓഫ് ചെയ്തത്. നിങ്ങൾക്ക് നിങ്ങളുടെ മൈക്കിന്റെ ആക്സസിബിലിറ്റി ഓണൊക്കെ ഇങ്ങനത്തെ കുറച്ച് പ്രശ്നങ്ങൾ വരുന്നുള്ളതുകൊണ്ട്. ഓക്കെ, സോ ജസ്റ്റ് ഒന്ന് അണ്ടർസ്റ്റാൻഡ്, ഇങ്ങനെയാണ് കാര്യങ്ങൾ വരുന്നത്. ഓക്കെ, ഫൈൻ. അടുത്ത ഏതാനും ചില ടോപ്പിക്കുകൾ നോക്കാം. കഴിയാറായിട്ടുണ്ട്. വളരെ സൂൺ വിൽ ബി ഫിനിഷിംഗ് വെരി സൂൺ. നിങ്ങൾക്ക് പറയുന്ന ടോപ്പിക്സ് ഒക്കെ ക്ലിയർ ആകുന്നില്ല, മനസ്സിലാകുന്നില്ലേ? ഷേക്ക് യുവർ ഹെഡ് ഇഫ് യെസ്, ഇല്ലെങ്കിൽ വേറെ രീതിയിൽ ഷേക്ക് ചെയ്തിട്ട് മനസ്സിലാക്കും. ഓക്കെ, ഫൈൻ. അടുത്താണ് ക്ലീൻ ഡെവലപ്മെന്റ് മെക്കാനിസം. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ആണ്. ദിസ് ഈസ് വെരി ഇമ്പോർട്ടന്റ്. ആൻഡ് നിങ്ങളുടെ എൻവയോൺമെന്റ് ക്ലാസ്സിൽ ഇതൊന്നും കൂടി സ്പെസിഫിക്കലി എന്ത് ചെയ്യുന്നുണ്ട്, എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നതാണ്. ഹെഡ് അബൌട്ട് ദിസ് ഓർഗനൈസേഷൻ UNFCCC. ഇത് കേട്ടിട്ടുണ്ടോ? UNFCCC. അതായത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഫ്രെയിം ഞാൻ ഇനിയിപ്പോ പറഞ്ഞുതരാം. ബാക്കി എന്ത് ചെയ്യാം, നിങ്ങൾക്ക് എൻവയോൺമെന്റ് ക്ലാസ്സിൽ ഡീറ്റെയിൽ ആയിട്ട് എടുക്കുന്നതാണ്. നിങ്ങൾക്ക് അടുത്തൊരു ടോപ്പിക് ക്ലൈമറ്റ് ചേഞ്ചിൽ അത് എടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ അത് പറഞ്ഞുതരും. ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമുക്ക് 1991 ലോകത്തെ രാജ്യങ്ങൾ മുഴുവനും ഒന്നിച്ചിരുന്നിട്ട് ഒരു കാര്യം പറഞ്ഞു. വേൾഡ് ഈസ് ഹാവിങ് സം കൈൻഡ് ഓഫ് ക്ലൈമറ്റ് ചേഞ്ച്. ലോകം ഭീഷണിയിലാണ്, അപകടത്തിലാണ്. അതിന്റെ അടിസ്ഥാനത്തിൽ ഫോം ചെയ്തിട്ടുള്ള ഒന്നാണത് യുണൈറ്റഡ് നേഷൻ, UN ഫ്രെയിംവർക്ക് കൺവെൻഷൻ ഓൺ ക്ലൈമറ്റ് ചേഞ്ച്. യുണൈറ്റഡ് നേഷൻ ഫ്രെയിംവർക്ക് കൺവെൻഷൻ ഓൺ ക്ലൈമറ്റ് ചേഞ്ച്. ഇതാണ് UNFCCC എന്നുള്ളത്. അപ്പൊ ക്ലൈമറ്റ് ചേഞ്ചുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ തീരുമാനിക്കുന്ന യുണൈറ്റഡ് നേഷന്റെ ഒരു ബോഡിയാണെന്ത് UNFCCC എന്ന് പറയുന്നത്. ജസ്റ്റ് മനസ്സിലാക്കിയാൽ മതി. ഞാൻ കൂടുതൽ ടേം പറയാത്തത് നിങ്ങൾ ഓൾറെഡി ഈ ടോപ്പിക്ക് റെഫർ ചെയ്യണം എന്ന് നമ്മൾ പറഞ്ഞതുകൊണ്ടാണ്. ഓക്കെ, അപ്പൊ ഈ UNFCCC ക്ലൈമറ്റ് ചേഞ്ചിനെ കുറിച്ച് പഠിക്കാൻ വേണ്ടി ഒരു സമ്മേളനം നടത്തുകയും ആ സമ്മേളനത്തിന് ഏതാനും ചില നിയമങ്ങൾ കൊണ്ടുവരികയും ചെയ്തു. അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക, ക്യോട്ടോ പ്രോട്ടോകോൾ എന്ന് വിളിക്കുക. കേട്ടിട്ടുണ്ടോ ഇതിനെ കുറിച്ച്? നമ്മുടെ നാട്ടിലെ ചൂട് കൂടുന്നതിനെ കുറിച്ച് അന്താരാഷ്ട്ര രാജ്യങ്ങളെല്ലാം ഇന്റർനാഷണൽ ലെവലിൽ ഒരു നിയമം കൊണ്ടുവരുന്നുണ്ട്. അതിനെയാണ് ക്യോട്ടോ പ്രോട്ടോകോൾ എന്ന് വിളിക്കുക. 1997 ജപ്പാനിലെ ഒരു സിറ്റിയാണിത് ക്യോട്ടോ. ആ സിറ്റിയിൽ വെച്ചിട്ട് ലോകരാജ്യങ്ങൾ എടുത്ത തീരുമാനമാണ് ക്യോട്ടോ പ്രോട്ടോകോൾ. അത് നമ്മുടെ ക്ലൈമറ്റ് ചേഞ്ചുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. UNFCCCയുടെ കീഴിൽ വരുന്നത് ക്ലൈമറ്റ് ചേഞ്ചുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണെന്ന് മനസ്സിലാക്കി വെക്കുക. അതിൽ ഒരു കാര്യം പറയുന്നുണ്ട്. നമ്മുടെ ഡെവലപ്ഡ് നാഷൻസ് ഉണ്ടല്ലോ, വെസ്റ്റിലേക്കുള്ള അമേരിക്ക, യൂറോപ്പ് പോലെ ഡെവലപ്ഡ് നാഷൻസ്, അവര് എന്ത് ചെയ്യണം, ക്ലീൻ ആയിട്ടുള്ള ചില ഡെവലപ്മെന്റിനുള്ള മെക്കാനിസംസ് കൊണ്ടുവരണം എന്ന് പറയുന്നുണ്ട്. അതായത് നമുക്കറിയാം ക്ലൈമറ്റ് ചേഞ്ച് ഉണ്ടാകുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്താ, നമ്മുടെ നാട്ടിലെ ഒരുപാട് പൊല്യൂഷൻസ് അല്ലെങ്കിൽ കുറെ കാര്യങ്ങൾ, ഗ്രീൻ ഹൗസ് ഗ്യാസുകൾ എന്ന് പറയുന്ന കുറെ കാര്യങ്ങൾ നമ്മൾ പുറത്ത് വിടുകയാണ്. ആ പുറത്ത് വിടുന്നതിനെ വിളിക്കുന്ന പേരാണ് എമിഷൻ എന്നുള്ളത്. എമിറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ എമിഷൻ എന്ന് പറഞ്ഞാൽ പുറത്ത് വിടുന്നതിനാണ്. ഞാൻ സിമ്പിൾ ആയിട്ട് നിങ്ങൾ വാക്കുകൂടെ കൂട്ടത്തിൽ പഠിച്ചോട്ടെ എന്നുള്ളതുകൊണ്ടാണ് വളരെ സിമ്പിൾ ആയിട്ട് ഓരോന്നും എടുത്ത് പറയുന്നത് കേട്ടോ. എമിഷൻ എന്ന് പറഞ്ഞാൽ ഈ ഗ്രീൻ ഹൗസ് ഗ്യാസിനെ പുറം തള്ളുന്നതിന്, പുറത്ത് വിടുന്നതിന്. ഇപ്പൊ ഒരു ഇൻഡസ്ട്രി ആണെന്ന് വിചാരിക്കുക, വലിയൊരു പ്ലാന്റേഷൻ ആണെന്ന് വിചാരിക്കുക, അവിടുന്ന് വലിയ പുകയും കാര്യങ്ങളൊക്കെ പോകുന്നത് നിങ്ങൾ കാണുന്നുള്ളൂ. പക്ഷെ അതിലൂടെ പോകുന്ന ഒരുപാട് ഗ്യാസുകളുണ്ട്. അപ്പൊ ആ എമിഷൻസ് അങ്ങനെ പുറന്തള്ളുന്നതിനെ കുറക്കുക, റിഡക്ഷൻ. ആ എമിഷൻ കുറക്കാൻ വേണ്ടിയാണ് എന്ത് ചെയ്യുന്നത്, ക്യോട്ടോ പ്രോട്ടോകോളിലെ ക്ലീൻ ഡെവലപ്മെന്റ് മെക്കാനിസം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് ഒരു ഡെവലപ്ഡ് കൺട്രി അവരെന്ത് ചെയ്യണം, അവരുടെ എമിഷൻ കുറക്കണം. എങ്ങനെ കുറക്കണം? അവർക്ക് ഏതാനും ചില പ്രൊജക്ടുകൾ സ്വീകരിക്കാം. ഇപ്പോ ഇംഗ്ലണ്ട് എന്ന് പറയുന്ന ഒരു രാജ്യം, ഓക്കെ, ഇൻഡസ്ട്രിയലൈസേഷൻ ആദ്യമായിട്ട് നടന്നിട്ടുള്ള രാജ്യം ഇംഗ്ലണ്ടാണ്. അവർ ഒരുപാട് പൊല്യൂട്ടഡ് ആക്കിയിട്ടുണ്ട് അവരുടെ നാട്.
അപ്പൊ അവർക്ക് ഇനിയും കുറച്ച് ഇൻഡസ്ട്രീസ് ബേൺ ചെയ്യണം. പക്ഷെ അതിന് പാരലൽ ആയിക്കൊണ്ട് അവരെന്ത് ചെയ്യണം, ഡെവലപ്പിംഗ് കൺട്രീസ് അവർ വന്നിട്ട് ഇന്ത്യ പോലുള്ള ചില രാജ്യങ്ങളിൽ ക്ലീൻ ആയിട്ടുള്ള ചില ഡെവലപ്മെന്റ് പ്രൊജക്ട് കൊണ്ടുവരണം. ഉദാഹരണത്തിന് പറയാണ്, അവരിപ്പോ വന്നിട്ട് നമ്മുടെ നാട്ടില് റൂറൽ ഇലക്ട്രിഫിക്കേഷൻ, ഗ്രാമങ്ങളിൽ ഇലക്ട്രിസിറ്റിയുടെ സപ്ലൈ കൊടുക്കുകയാണ്. എങ്ങനെ? നമ്മുടെ സോളാർ പവർ വെച്ചിട്ട്. അപ്പൊ സോളാർ പവർ നമുക്ക് പ്രകൃതിക്ക് നഷ്ടമാണോ? ഇല്ല. അപ്പൊ അത് നല്ലതാണ് പ്രകൃതിക്ക്. അങ്ങനെ ചില ക്ലീൻ ആയിട്ടുള്ള ചില ഡെവലപ്മെന്റുകൾ പ്രപ്പോസ് ചെയ്തതിനാണ് എന്ത് വിളിക്കുക, ക്ലീൻ ഡെവലപ്മെന്റ് മെക്കാനിസം എന്ന് വിളിക്കുക. ഡെവലപ്ഡ് കൺട്രീസ് ഡെവലപ്പിംഗ് നാഷൻസിൽ പോയിട്ട് അവരെന്ത് ചെയ്യണം, ഏതാനും ചില ക്ലീൻ ഡെവലപ്മെന്റ് പ്രൊജക്ടുകൾ ചെയ്യണം എന്ന് പറയുന്നതാണ് ക്ലീൻ ഡെവലപ്മെന്റ് മെക്കാനിസം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അവർക്ക് എന്ത് ചെയ്യും, ഇന്റർനാഷണൽ ലെവലില് എമിഷൻ റിഡക്ഷൻ സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞ സർട്ടിഫിക്കറ്റ് ഉണ്ട്, അത് കിട്ടും. അതിനു വേണ്ടിയാണ് അവർ ഓൾറെഡി പൊല്യൂട്ടഡ് ആക്കിയിട്ട് ആ പൊല്യൂഷൻ കുറക്കാൻ വേണ്ടി ബാക്കിയുള്ള നാഷൻസിന് ചിലപ്പോൾ എന്ത് ചെയ്യാൻ പറ്റില്ല, അവരുടെ കപ്പാസിറ്റി അനുസരിച്ചിട്ട് ഈ റൂറൽ ഇലക്ട്രിഫിക്കേഷൻ ചെയ്യാൻ പറ്റില്ല. എക്സാമ്പിൾ മാത്രമാണ് കേട്ടോ. അപ്പോൾ അങ്ങനത്തെ ചില നല്ല പ്രൊജക്ടുകൾ ചെയ്തെടുക്കുക എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ആണ് എന്ത്, ക്ലീൻ ഡെവലപ്മെന്റ് മെക്കാനിസം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇത് വായിച്ചു. വൈ ന്യൂസ്, ഡൽഹി മെട്രോ ഏൺഡ് Rs 19.5 crore ഫ്രം ദ സെയിൽ ഓഫ് കാർബൺ ക്രെഡിറ്റ്. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിലാണ് കാർബൺ വിൽക്കുക എന്നുള്ളത്. ഓക്കെ, നിങ്ങൾ കൂടുതൽ കോൺസെപ്റ്റിലോട്ട് ടേമിലോട്ട് പോകേണ്ടതില്ല. കാർബൺ ട്രേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ എമിഷൻ കുറക്കുക എന്നാണ് അതിനോട് ഉദ്ദേശിക്കുന്നത്. ഈ ഗ്രീൻ ഹൗസ് ഗ്യാസിന്റെ എമിഷൻ കുറക്കുക എന്നുള്ളത്. അതിന്റെ ഭാഗമായിട്ടുള്ള UNFCCയിലെ ക്യോട്ടോ പ്രോട്ടോക്കോളിൽ വന്നിട്ടുള്ള ഒരു മെക്കാനിസം ആണെന്ത്, ക്ലീൻ ഡെവലപ്മെന്റ് മെക്കാനിസം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് ജസ്റ്റ് ഇപ്പോ ഇത്രയും മനസ്സിലാക്കി വെക്കുക. ക്ലിയർ ആകാത്തവർ ഒന്നുകൊണ്ടും പേടിക്കേണ്ട. അടുത്ത എൻവയോൺമെന്റ് ക്ലാസ്സിൽ നിങ്ങൾക്ക് അതാണ് പഠിപ്പിക്കാനുള്ളത്, ക്ലൈമറ്റ് ചേഞ്ചിന്റെ ചാപ്റ്ററിൽ. ഓക്കെ, സോ അവിടെ നിങ്ങൾക്ക് കൂടുതൽ എന്താണ് ക്ലൈമറ്റ് ചേഞ്ച്, എങ്ങനെയാണ് ഇത് ഡെവലപ്പ് ചെയ്ത് വരുന്നത്, ക്യോട്ടോ പ്രോട്ടോകോൾ എന്തൊക്കെയാണെന്നുള്ളത് വളരെ ഇൻഡെപ്തില് ക്ലാസ്സിൽ എടുക്കുന്നതായിരിക്കും കേട്ടോ. ഓക്കെ, അടുത്തൊരു പ്രധാനപ്പെട്ട ടോപ്പിക്കാണ്. ഇന്ത്യയിൽ വലിയൊരു റവല്യൂഷൻ ആയിട്ട് ഇനി അടുത്ത ഒരു 1-2 ആഴ്ച നിങ്ങൾ പത്രത്തിൽ സ്ഥിരം കാണാൻ വേണ്ടി പോകുന്ന ഒരു ടോപ്പിക്കാണ് PM ഡിജിറ്റൽ ഹെൽത്ത് മിഷൻ. PM ഡിജിറ്റൽ ഹെൽത്ത് മിഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അതായത് നമ്മുടെ ഹെൽത്ത് സിസ്റ്റം എന്ത് ചെയ്യാണ്, ഡിജിറ്റൽ ആക്കാൻ വേണ്ടി പോവാണ്. നമുക്കിപ്പോ എന്തുണ്ട്, എന്തെങ്കിലും അസുഖം വന്നു, കൊറോണ വന്നു കഴിഞ്ഞു, നമ്മൾ പോസിറ്റീവ് ആയിട്ടുണ്ടായിരുന്നു, പിന്നീട് നെഗറ്റീവായി. ഇതൊക്കെ നമ്മുടെ ഹെൽത്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങളല്ലേ. ഇതിനൊക്കെ ഒന്ന് ഡിജിറ്റൈസ് ചെയ്യപ്പെടുന്ന ഒരു സംഗതിയാണ് PM ഡിജിറ്റൽ ഹെൽത്ത് മിഷൻ എന്ന് പറയുന്നത്. അപ്പൊ അത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാല്, വാട്ട് വി ക്യാൻ സി, നമുക്ക് എന്തുണ്ടാവും, ഒരു ഹെൽത്ത് ID ഉണ്ടാവും, ഹെൽത്തുമായി ബന്ധപ്പെട്ട ID. നമ്മൾ ഇലക്ഷനിൽ പങ്കെടുക്കുകയാണെങ്കിൽ വി ഹാവ് വോട്ടർ ID, ആധാർ. സിമിലർലി നമുക്ക് ഹെൽത്തുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ഹെൽത്ത് ID ഇന്ത്യയിലെ എല്ലാ സിറ്റിസൺസിനും എന്ത് ചെയ്യും, ലഭിക്കുന്നതാണ് ഹെൽത്ത് ID എന്ന് പറയുന്നത്. ഓക്കെ, ഈ ഹെൽത്ത് IDയിൽ എത്ര ലെറ്റേഴ്സ് ഉണ്ടെന്ന് അറിയോ? നമുക്കറിയാം. ആധാറിൽ എത്ര ലെറ്റേഴ്സ് ഉണ്ട്? ഹൗ മെനി ലെറ്റേഴ്സ് ആർ ദർ ഇൻ ഡിജിറ്റൽ ആധാറിൽ 12 ആണുള്ളത് അല്ലെ. ഹെൽത്ത് IDയിൽ നമുക്ക് അതിന് വരുന്നത് എത്രയാണെന്ന് അറിയോ? 14 ഡിജിറ്റ്സ് ആണ് വരുന്നത്. അപ്പൊ ഇങ്ങനത്തെ വളരെ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഉണ്ടാക്കിയെടുക്കാം. എങ്ങനെ നിങ്ങൾക്ക് ഹെൽത്ത് ID കിട്ടും? നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഈ മിനിസ്ട്രി ഓഫ് ഹെൽത്തിന്റെ വെബ്സൈറ്റ് കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഹെൽത്ത് റെക്കോർഡും നിങ്ങളുടെ ഡീറ്റെയിൽസും കാര്യങ്ങളും എൻ്റർ ചെയ്യാം. എന്നിട്ട് അത് നിങ്ങൾക്ക് ഒരു ഹെൽത്ത് ID ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഏത് ഹോസ്പിറ്റലിൽ പോവുകയാണെങ്കിൽ നിങ്ങളുടെ ഹെൽത്ത് ഹിസ്റ്ററി എന്ത് ചെയ്യാൻ പറ്റും, ആ ഹോസ്പിറ്റലിന് കിട്ടും. അപ്പൊ മനസ്സിലാവും നിങ്ങളുടെ ഹെൽത്ത് എത്രമാത്രം, നിങ്ങളുടെ ഹെൽത്ത് ഹിസ്റ്ററി എന്താണോ, നിങ്ങൾ എവിടെയൊക്കെ ഓപ്പറേഷൻ ചെയ്തിട്ടുണ്ട്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അങ്ങനെ മുഴുവൻ കിട്ടുന്നതാണ് എന്ത്, ഹെൽത്ത് എന്നുള്ളത്. അപ്പൊ നിങ്ങൾക്ക് ഇന്ത്യയിൽ എവിടെ പോയി കഴിഞ്ഞാലും നിങ്ങൾക്ക് ഇനി ആ ബുക്കും ബില്ലും കൊണ്ട് ഇങ്ങനെ നടക്കേണ്ടതില്ല. ആ ഹെൽത്ത് ID മാത്രം കൊണ്ടു നടന്നാൽ മതി. അതിനുള്ളതാണ് എന്ത്, ഹെൽത്ത് ID എന്ന് പറയുന്നത്. ഓക്കെ, ഒരു ID കിട്ടിയോ? ബാക്കി കൂടുതൽ വിവരങ്ങൾ നിങ്ങൾക്ക് വരുന്ന ദിവസത്തെ പത്രത്തിൽ ഓരോ അതിന്റെ ഇമ്പോർട്ടൻസ് കാര്യങ്ങളും കിട്ടും. കാരണം ദിസ് ഈസ് വൺ ഓഫ് ദി റവല്യൂഷൻ. ഹെൽത്തിൽ ഡിജിറ്റൈസേഷൻ കൊണ്ടുവരിക എന്നുള്ളത് വലിയൊരു മാറ്റമാണ്. അപ്പൊ നിങ്ങൾക്ക് കൂടുതൽ വാർത്തകൾ ഇതുമായി ബന്ധപ്പെട്ട് കേൾക്കാൻ വേണ്ടി പറ്റും. ഓക്കെ, ആ ബേസിക് കോൺസെപ്റ്റ് ഒന്ന് മനസ്സിലാക്കിയാൽ മതി. ഫൈൻ. അടുത്താണ് GI ടാഗ്. GI എന്നുള്ള വാക്കിന്റെ അർത്ഥം ആദ്യം എന്ന് പറഞ്ഞുതരാം. ജോഗ്രഫിക്കൽ ഇൻഡിക്കേഷൻ. ജോഗ്രഫിക്കൽ ഇൻഡിക്കേഷൻ. ജോഗ്രഫിക്കൽ ഇൻഡിക്കേഷൻ. ഈ ജോഗ്രഫിക്കൽ ഇൻഡിക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ജോഗ്രഫി, ഒരു പെർട്ടിക്കുലർ ലൊക്കേഷൻ, ആ ലൊക്കേഷനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് എന്തോ അതാണ് ജോഗ്രഫിക്കൽ ഇൻഡിക്കേഷൻ എന്ന് ഉദ്ദേശിക്കുന്നത്. അതിനൊരു ടാഗ് കൊടുക്കുകയാണ്. ഉദാഹരണത്തിന് നിങ്ങൾ ഏറ്റവും കൂടുതൽ ഫെമിലിയർ ആയിട്ട് കേട്ടിട്ടുള്ള ഒന്നാണ് ആറന്മുള കണ്ണാടി. കേട്ടിട്ടുണ്ടോ? ആറന്മുള കണ്ണാടി. ഓക്കെ, അതിന് വേറെ കണ്ണാടി എന്നല്ലല്ലേ പറയാ, ആറന്മുള കണ്ണാടിക്ക് ആറന്മുള കണ്ണാടി എന്നല്ലേ പറയാ. സോ ആറന്മുള ഇസ് ദ ജോഗ്രഫി. ഓക്കെ, സോ
അങ്ങനത്തെ ഒരു ജോഗ്രഫിക്കൽ ആയിട്ടുള്ള ഒരു ഇൻഡിക്കേഷൻ കൊടുക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നതാണ് GI ടാഗ് എന്ന് പറയാം. ഇത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വി ഹാവ് വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ WTO ഉണ്ട്. WTO ലോകത്തുള്ള ഈ കമ്മോഡിറ്റീസിന്റെ കാര്യങ്ങളെല്ലാം നോക്കി നടത്തുന്നത് WTO ആണ്. ഇതിന്റെ ഒരു അഗ്രിമെന്റ് ഉണ്ട് ട്രിപ്സ് എന്ന് പറയുന്നത്, ട്രേഡ് റിലേറ്റഡ് ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ് എന്ന് പറയുന്നത്. ട്രേഡ് റിലേറ്റഡ് ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ് എന്ന് പറയുന്നതാണ് ട്രിപ്സ് എന്ന് പറയാം. അതിൽ ഇന്റലക്ച്വൽ പ്രോപ്പർട്ടിയിൽ വരുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. നിങ്ങൾ ഈ കോപ്പിറൈറ്റ് കേട്ടിട്ടുണ്ടോ? പാറ്റന്റ് കേട്ടിട്ടില്ല? കോപ്പിറൈറ്റ്, പാറ്റന്റ്. സിമിലർലി വരുന്ന ഒന്നാണെന്ത് GI ടാഗ് എന്ന് പറയുന്നത്. ഏതെങ്കിലും ഒരു കമ്മ്യൂണിറ്റി ഒരു സ്പെസിഫിക് ജോഗ്രഫിയിൽ ഒറിജിൻ ചെയ്യുകയും അതിന്റെ ആ ജോഗ്രഫിക്കൽ ആയിട്ടുള്ള ഇമ്പോർട്ടൻസ് അതിനുണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാണ്, അതിന് കൊടുക്കുന്നതാണ് GI ടാഗ് എന്ന് പറയുന്നത്. അങ്ങനെ വന്നിട്ടുള്ള ഒരു ന്യൂസ് ആണിത്. ആസാമിന്റെ ഒരു റൈസ് വൈൻ ജുദിമ എന്ന് പറയുന്നത്, ആ ജുദിമയ്ക്ക് എന്ത് ചെയ്യുന്നുണ്ട്, GI ടാഗ് കിട്ടിയിട്ടുണ്ട് എന്നുള്ളത്. ഓക്കെ, മറ്റൊരു എക്സാമ്പിൾ ആണ്, നിങ്ങൾ ഡാർജിലിംഗ് ടീ കേട്ടിട്ടുണ്ടോ? ഡാർജിലിംഗ് ടീ ഇന്ത്യയിൽ ആദ്യമായിട്ട് GI ടാഗ് കിട്ടുന്നതൊക്കെ അതിനാണ്. ഡാർജിലിംഗ് ടീ, അടുത്ത ഒരു ചായക്ക് ഡാർജിലിംഗ് ടീ. നിങ്ങൾ കാഞ്ചീപുരം സിൽക്ക് കേട്ടിട്ടില്ലേ? അതിന് നോക്കി അങ്ങനത്തെ പേരുകൾ, കാഞ്ചീപുരം സിൽക്ക്, അങ്ങനെ സ്പെസിഫിക്കേഷൻ വരുന്നില്ലേ? അതുകൊണ്ടാണ് ആ GI ടാഗിന്റെ ഇമ്പോർട്ടൻസ് വരുന്നത്. അപ്പൊ അങ്ങനത്തെ ഒരു സംഗതി കിട്ടുന്ന സമയത്ത് ഇപ്പൊ നിങ്ങളുടെ കല്യാണം ആകാന്ന് വിചാരിക്കും, എവിടെ ഡ്രസ്സ് എടുക്കുന്നത്? കാഞ്ചീപുരം സിൽക്ക്. അപ്പൊ അതിനൊരു ക്വാളിറ്റി ഉണ്ട്, അതിനൊരു പ്രിഫറൻസ് ഉണ്ട്, അതിനൊരു ഇമ്പോർട്ടൻസ് ഉണ്ട്. അത് GI ടാഗ് വരുന്ന സമയത്ത് അപ്പൊ ആ കമ്മ്യൂണിറ്റീസ് കൂടുതൽ പ്രൊമോട്ട് വേണ്ടി പറ്റും. അത് കുറച്ച് ഇമ്പോർട്ടൻസ് ആണ്, എക്കണോമിക് വാല്യൂ ആയിട്ട് അതിന് വരുന്നത്. പിന്നെ അതുപോലെ ആ ട്രഡീഷൻ കൾച്ചർ ഒക്കെ അതിന്റെ ഭാഗമായിട്ട് അവർക്ക് എന്ത് വേണ്ടി പറ്റും, പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി പറ്റും. ആ ഒരു ഫീച്ചർ ഉണ്ടല്ലോ ആ നാടിന്റെ, കാഞ്ചീപുരത്തിന്റെ പ്രത്യേകത ആ ഒരു ടെക്സ്റ്റൈൽസിലൂടെ നിലനിർത്താൻ വേണ്ടി പറ്റും. അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളും വരുന്നുണ്ട്. ഹോപ്പ് ഇറ്റ് ഈസ് ക്ലിയർ. ഓക്കെ, GI ടാഗുമായി ബന്ധപ്പെട്ടിട്ടുള്ള എന്തൊക്കെയാണ് GI ടാഗിന്റെ ബെസ്റ്റ് എക്സാമ്പിൾസ് ഉള്ളത് നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ട് ഒരു പിക്ചർ ആയിട്ട്. ജസ്റ്റ് ഒന്ന് നോക്കിക്കൊണ്ടു കേട്ടോ. ഇന്ത്യയിലെ പ്രധാനപ്പെട്ട GI ടാഗുകൾ എന്തൊക്കെയാണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് ഇട്ടിട്ടുണ്ട്, ഒന്ന് വായിക്കാൻ വേണ്ടി ശ്രമിക്കാം. ലാസ്റ്റ് ടോപ്പിക്കാണ്. ഒന്ന് മൈനോറിറ്റി എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ. മൈനോറിറ്റി എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ, മൈനോറിറ്റി എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ, 3 വാക്കുകളാണ് വരുന്നത്. ഓക്കെ, മൈനോറിറ്റി എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ. നമുക്ക് നമ്മുടെ നാട്ടിൽ മൈനോറിറ്റീസ് ഉണ്ടല്ലോ. വി ഹാവ് 2 ടൈപ്സ് ഓഫ് മൈനോറിറ്റി ആസ് പെർ കോൺസ്റ്റിറ്റ്യൂഷൻ. ഒന്ന് ലിംഗ്വിസ്റ്റിക് മൈനോറിറ്റി, ഭാഷാടിസ്ഥാനത്തിൽ താഴെ നിൽക്കുന്ന ആൾക്കാരുണ്ടാവും. ലിംഗ്വിസ്റ്റിക് മൈനോറിറ്റി, അതായത് കുറച്ച് ആൾക്കാർ മാത്രം സംസാരിക്കുന്ന ഒരു ഭാഷയുള്ള ഒരു കമ്മ്യൂണിറ്റി, ലിംഗ്വിസ്റ്റിക് ഭാഷാടിസ്ഥാനത്തിൽ. അതുപോലെ റിലീജിയസ് ഉണ്ട്, റിലീജിയസ് മൈനോറിറ്റി എന്ന് പറയുന്നത്. നമുക്കറിയാം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പോപ്പുലേഷൻ ബേസ്ഡ് ആയിട്ട് വരുന്നത് ഹിന്ദു കമ്മ്യൂണിറ്റി ആണ്. ബാക്കിയുള്ള മുസ്ലിം, ക്രിസ്ത്യൻസ്, ബുദ്ധിസ്റ്റ്, ജൈനിസ്റ്റ്, പാർസി എന്നൊക്കെ പറയുന്നത് റിലീജിയസ് മൈനോറിറ്റി ആണ്. അപ്പൊ അവർക്ക് അതുപോലെ ഭാഷാടിസ്ഥാനത്തിലുള്ള മൈനോറിറ്റീസിനെ ഇന്ത്യയിലെ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് സെറ്റപ്പ് ചെയ്യാനും അഡ്മിനിസ്ട്രേറ്റ് ചെയ്യാനും റൺ ചെയ്യാനുള്ള അവകാശത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ദർ മൈനോറിറ്റി എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷന്റെ അവകാശം അണ്ടർ ആർട്ടിക്കിൾ 30 ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. ആർട്ടിക്കിൾ 30 എന്ന് പറയുന്നത് എന്താണ്, ഇസ് പാർട്ട് ഓഫ് ഫണ്ടമെന്റൽ റൈറ്റ്. അപ്പോ ഇന്ത്യയിലെ മൈനോറിറ്റീസ് ആയിട്ടുള്ള ലിംഗ്വിസ്റ്റിക് ആൻഡ് റിലീജിയസ് മൈനോറിറ്റി ആയിട്ടുള്ള ആൾക്കാർക്ക് ഒരു എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എസ്റ്റാബ്ലിഷ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് അവരുടെ ഫണ്ടമെന്റൽ റൈറ്റ് ആണ്. അതാണ് നിങ്ങൾ പറഞ്ഞിരിക്കേണ്ട ആദ്യത്തെ ഒരു പോയിന്റ്. നിങ്ങളൊന്ന് ആലോചിച്ചാൽ മതി, നമ്മുടെ നാട്ടിലെ മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ, ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയുടെ, അതുപോലെ ഭാഷാടിസ്ഥാനത്തിൽ ഏതെങ്കിലും കമ്മ്യൂണിറ്റി ഉണ്ടെങ്കിൽ അവരുടെ സ്ഥാപനങ്ങൾ അത് അവർക്ക് വെക്കാനുള്ള, റൺ ചെയ്യാനുള്ള, അഡ്മിനിസ്ട്രേറ്റ് ചെയ്യാനുള്ള അവകാശം എന്ന് പറയുന്നത് അവരുടെ ഫണ്ടമെന്റൽ റൈറ്റ് ആണ്. അതിന് ചിലപ്പോൾ എന്തെയും സ്റ്റേറ്റ് ഗവൺമെന്റ് സപ്പോർട്ട് നൽകും. സ്റ്റേറ്റ് ഗവൺമെന്റ് സപ്പോർട്ട് നൽകും. ആ സപ്പോർട്ടിനെ വിളിക്കുന്ന പേരാണ് എന്ത്, എയ്ഡ് എന്നുള്ളത്. ആ സപ്പോർട്ട് സ്റ്റേറ്റ് ഗവൺമെന്റ് പിൻവലിച്ചു കഴിഞ്ഞാൽ അതെന്റെ അവകാശമായിരുന്നു, ഫണ്ടമെന്റൽ റൈറ്റ് ആണെന്ന് പറയാൻ പറ്റില്ല എന്നുള്ളതാണ് സുപ്രീം കോടതി ഇപ്പൊ റീസെന്റ് പറഞ്ഞിട്ടുള്ളത്. സോ റൈറ്റ് ടു ഗവൺമെന്റ് എയ്ഡ് ഈസ് നോട്ട് എ ഫണ്ടമെന്റൽ റൈറ്റ്. അവർക്ക് അവരുടെ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് സെറ്റപ്പ് അഡ്മിനിസ്ട്രേറ്റ് ചെയ്യാനുള്ള അവകാശമുണ്ട്. പക്ഷെ ഗവൺമെന്റ് ഒരിക്കലും അവർക്ക് സഹായം നൽകിയിട്ടുണ്ടായിരുന്നു. പിന്നീട് ഗവൺമെന്റ് തോന്നുകയാണ് കൊടുക്കേണ്ടതില്ല, ഗവൺമെന്റ് വിഡ്രോ ചെയ്യാം. അത് വിഡ്രോ ചെയ്തു പറഞ്ഞിട്ട് എന്റെ ഫണ്ടമെന്റൽ റൈറ്റിനെ ഗവൺമെന്റ് തട്ടിക്കൊണ്ട് പോയി കോടതി പോയി കേസ് കൊടുക്കാൻ പറ്റില്ല, ഇങ്ങോട്ട് വരണ്ടെന്നാണ് ആര് പറഞ്ഞത്, സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ആ ഒരു ഇൻഫർമേഷൻ ആണ് വരുന്നത്. ഓക്കെ, അതൊന്ന് മനസ്സിലാക്കി വെക്കുക. അതാണ് ബേസിക് ആയിട്ട് നിങ്ങൾ ഈ ഒരു ടോപ്പിക്കിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. ദെൻ റിവർ കാവേരി. റിവർ കാവേരിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പിക്ചർ നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ട്. ക്ലാസ് കഴിഞ്ഞതിന് ശേഷം ജസ്റ്റ് നോക്കാം. ഇതിൽ പറയുന്നത് കർണാടക ഡയറക്റ്റഡ് ടു റിലീസ് സം ക്വാണ്ടിറ്റി ഓഫ് വാട്ടർ ടു തമിഴ്നാട്. അപ്പൊ നോക്കി, കർണാടക ഡയറക്റ്റഡ് ടു റിലീസ് സം ക്വാണ്ടിറ്റി ഓഫ് വാട്ടർ ടു തമിഴ്നാട്. അപ്പൊ കർണാടക തമിഴ്നാടിന് കുറച്ച് വെള്ളം കൊടുക്കുക എന്നാ പറഞ്ഞിരിക്കുന്നത്. അപ്പോ എവിടുന്ന വെള്ളം ഉള്ളത്? കർണാടകത്തിലാണ്, നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. വെള്ളം കുറവുള്ളത് തമിഴ്നാടിനാണെന്നുള്ള ഒരു ലോജിക്കും നിങ്ങൾക്ക് പിടിയിട്ടുണ്ടാവും. ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നമ്മളിപ്പോ ഇന്ത്യയുടെ മാപ്പ് ഇങ്ങനെ വരക്കുവാണെന്നുണ്ടെങ്കിൽ ഇവിടെ നമ്മുടെ കേരള സ്റ്റേറ്റ് ഉണ്ട്, ഇവിടെ എന്തുണ്ട്, തമിഴ്നാട് ഉണ്ട്, ഇതിന്റെ തൊട്ട് മുകളിലായിട്ട് വി ഹാവ് കർണാടക എന്ന് പറയുന്ന വലിയൊരു പ്രദേശം ഉണ്ട് അല്ലെ. സോ നമ്മൾ ഈ റിവറിനെ വരക്കുവാണെങ്കിൽ ഇതാ ഈ കർണാടകത്തിന്റെ ഭാഗമായിട്ട് ഈ പ്രദേശത്ത് ഇങ്ങനെയാണ് ഈ റിവർ പോകുന്നത്. ഓക്കെ, അതിന്റെ മാപ്പ് നമ്മൾ അവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ കർണാടകം എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ ബേസിക് ആയിട്ട് കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കിയാൽ മതി. കർണാടക എന്ന് പറയുന്നത് ദാറ്റ്സ് പാർട്ട് ഓഫ് വെസ്റ്റേൺ ഗട്ട്സ്.
അപ്പൊ വെസ്റ്റേൺ ഗഡ്സിന്റെ ഒരു ഭാഗത്ത് നിന്നും ബ്രഹ്മഗിരി എന്ന് പറയുന്ന ഒരു മലയുടെ മുകളിൽ നിന്നാണ് വരുന്നത്. ബ്രഹ്മഗിരി ഹിൽസിൽ നിന്നും ഈ റിവർ കാവേരി ഒറിജിൻ ചെയ്യുന്നു. ഒറിജിൻ ചെയ്തിട്ട് ഇങ്ങനെ പോയിട്ട് തമിഴ്നാട്ടിലെത്താണ്. തമിഴ്നാട് എന്നൊക്കെ പറയുന്നത് എന്താണ്? ഈസ്റ്റേൺ ഗഡ്സിന്റെ ഭാഗമാണ്. അപ്പൊ വെസ്റ്റേൺ ഗഡ്സിനെയും ഈസ്റ്റേൺ ഗഡ്സിനെയൊക്കെ കണക്ട് ചെയ്തിട്ട് പോകുന്ന ഒരു നദിയാണ് എന്ത്? റിവർ കാവേരി എന്ന് പറയുന്ന ഒരു ഇൻഫർമേഷൻ മനസ്സിലാക്കി വെക്കുക. ഇത് ഏതൊക്കെ സ്റ്റേറ്റ് റിവർ കാവേരി അല്ലെങ്കിൽ റിവർ കാവേരിയുടെ ട്രിബ്യൂട്ടറീസ് പോഷക നദികളുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഒന്ന് കർണാടക ഉണ്ട്, ദെൻ കേരളമുണ്ട്. കേരളത്തിൽ എങ്ങനെ നിങ്ങൾ കേട്ടില്ലേ? കബനി, ഭവാനി എന്നുള്ള വാക്ക് കേട്ടില്ലേ? ഭവാനി പോലുള്ള റിവറുകളൊക്കെ. സോ വയനാട്ടിലൂടെ പോകുന്നത് അതൊക്കെ ഈ കാവേരിയുടെ ട്രിബ്യൂട്ടറി ആണ്. ദെൻ തമിഴ്നാട്ടിലൂടെ പോകുന്നുണ്ട്, പ്ലസ് പോണ്ടിച്ചേരിയിലൂടെ കടന്നിട്ടാണ് എന്ത് ചെയ്യുന്നത്? ആ നദി ബേ ഓഫ് ബംഗാളിൽ എത്തുന്നത്. ഇങ്ങനത്തെ വളരെ ബേസിക് ആയിട്ടുള്ള ചില ഇൻഫർമേഷൻസ് ഉണ്ടാക്കി വെക്കുക. മറ്റൊന്ന്, കർണാടക എന്ത് ചെയ്തിട്ടുണ്ട്? ഈ റിവർ കാവേരിയിൽ ഒരു പ്രൊജക്ട് തുടങ്ങിയിട്ടുണ്ട്. ആ പ്രൊജക്ടിന്റെ വിളിക്കുന്ന പേരാണ് എന്ത്? മേഘദത്തു പ്രൊജക്ട്. മേഘദത്തു പ്രൊജക്ട് എന്നുള്ളത്, അതായത് ബാംഗ്ലൂർ സിറ്റി ഉണ്ടല്ലോ, ബാംഗ്ലൂർ സിറ്റിയിലോട്ട് കുടിവെള്ളം നടത്തുന്നതിന്റെ ഭാഗമായിട്ട്, കുടിവെള്ളം പ്രൊവൈഡ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് കർണാടകം തുടങ്ങിയിട്ടുള്ള ഒരു പ്രൊജക്ട് ആണ് മേഘദത്തു പ്രൊജക്ട് എന്നുള്ളത്. കർണാടക ഗവൺമെന്റ് അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ കുറെ പ്രശ്നങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്? ആ റിവർ കാവേരിക്ക് വരും, തമിഴ്നാടിന് കിട്ടുന്ന വാട്ടറിന്റെ എമൗണ്ടിൽ കുറയും എന്നുള്ള പ്രശ്നത്തിലാണ് റിവർ കാവേരിയുമായി ബന്ധപ്പെട്ട് ഇപ്പൊ നടക്കുന്ന ഏതാനും ചില ഇഷ്യൂസ് വരുന്നത്. അപ്പൊ ആ ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാക്കിയെടുക്കുക. നിങ്ങൾ ഇങ്ങനത്തെ റിവേഴ്സ് വരുന്ന സമയത്ത് ആ റിവറിന്റെ ഒരു മാപ്പ് നോക്കുക. റിവറിന്റെ പ്രധാനപ്പെട്ട ട്രിബ്യൂട്ടറീസ് പോഷക നദികൾ ഏതൊക്കെയാണ് നോക്കുക, ഏതൊക്കെ സ്റ്റേറ്റിലൂടെയാണ് റിവർ പോകുന്നത് എന്നുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാക്കിയെടുക്കുക. ആ റിവറിൽ എന്തെങ്കിലും പ്രത്യേകിച്ച് പ്രൊജക്റ്റും കാര്യങ്ങളും ഉണ്ടെങ്കിൽ ജസ്റ്റ് അതും കൂടെ ഒന്ന് നോക്കുക. ഓക്കെ, നമ്മുടെ ഗ്രൂപ്പിൽ റിവർ കാവേരിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട്, അതിന്റെ മാപ്പ്. അതൊന്ന് ജസ്റ്റ് ഇതിനു ശേഷം നോക്കുക കേട്ടോ. സോ ഇതാണ് റിവർ കാവേരിനെ കുറിച്ച് ചെയ്യേണ്ടത്. അടുത്താണ് PM കുസും. PM കുസും ലാസ്റ്റ് ടോപ്പിക് ആണ്. PM കുസും പ്രധാനമന്ത്രി കുസും സ്കീം എന്ന് പറയുന്ന ഒരു സ്കീമാണ്. ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്കറിയാം നമ്മുടെ നാട്ടിൽ ഒരുപാട് കർഷകന്മാരുണ്ട് അല്ലെ? കർഷകന്മാരുണ്ട്. ആ കർഷകന്മാർക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഓരോ പ്രൊസീജിയർ ഉണ്ടല്ലോ കൃഷിക്ക് ആവശ്യമായിട്ടുള്ളത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണെന്ത്? അവരുടെ ഇറിഗേഷൻ എന്ന് പറയുന്നത്, ജലസേചനം. എല്ലാ ലാൻഡിലോട്ടും ചിലപ്പോൾ വെള്ളം എത്തിക്കാൻ കഴിഞ്ഞെന്ന് വരില്ല. നമ്മൾ ബക്കറ്റിലോ മറ്റോ വെള്ളം കൊണ്ട് ഒഴിക്കാൻ പറ്റില്ലല്ലോ. വലിയ വലിയ കൃഷിയിടങ്ങളിൽ എന്ത് ചെയ്യണം? നമ്മൾ വാട്ടർ പമ്പുകൾ വെച്ചിട്ട് അടിക്കേണ്ടി വരും. അപ്പൊ അതിന് ഒരുപാട് കറണ്ടിന്റെ ചെലവുണ്ട്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഗവൺമെന്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ഒരു സ്കീമാണ് PM കുസും എന്ന് പറയുന്നത്. PM കുസും. ഓക്കെ, ഈ PM കുസും എന്ന് പറയുന്ന സ്കീം ഉദ്ദേശിക്കുന്നത് നമുക്ക് അങ്ങനെ എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? സോളാർ വാട്ടർ പമ്പുകൾ ഇൻസ്റ്റാൾ ചെയ്യേണ്ടി പറ്റും. സോളാർ വാട്ടർ പമ്പ്, സോളാറിനെ കൊണ്ട് ഓടുന്ന വാട്ടർ പമ്പുകൾ ഇൻസ്റ്റാൾ ചെയ്യേണ്ടി പറ്റുന്നതാണ് സോളാർ കൊണ്ട്. അപ്പൊ അതിന് ഗവൺമെന്റ് സപ്പോർട്ട് കൊടുക്കുകയാണ്, ഇൻസെന്റീവ് കൊടുക്കുകയാണ്. അതാണ് PM കുസും സ്കീം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ കർഷകർക്ക് ഇത്രയും കാലം എന്ത് ചെയ്യണം? ഒന്നുമില്ല, ആ നാട്ടിലെ ഇലക്ട്രിസിറ്റി ബോർഡ് അല്ലെങ്കിൽ പവർ കൊടുക്കുന്ന കമ്പനികളുമായിട്ട് ബന്ധപ്പെട്ടിട്ടൊക്കെ വേണം എന്ത്? കറണ്ട് കിട്ടാൻ വേണ്ടി, പവർ കിട്ടാൻ വേണ്ടി. എന്നിട്ട് അത് വെച്ചിട്ടാണ് ഇവർക്ക് അവരുടെ ഫീൽഡ് വാട്ടർ ചെയ്യാൻ വേണ്ടി. അങ്ങനെയൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. ഒരുപാട് ക്യാഷ് കൊടുക്കേണ്ടി വന്നിരുന്നു. ഇപ്പൊ ഗവൺമെന്റ് അവർക്ക് എന്ത് ചെയ്യാണ്? നിങ്ങൾ സോളാർ വാട്ടർ പമ്പ് ഉപയോഗിക്കൂ, അതിന് ഗവൺമെന്റ് ഇത്ര സബ്സിഡി തരാം എന്ന് പറഞ്ഞിട്ട് അവരെ പ്രൊമോട്ട് ചെയ്യണം. അപ്പൊ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ഇങ്ങനത്തെ വലിയ വലിയ കമ്പനികളെ ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരില്ല. അവരുടെ ക്യാഷ് ഒരുപാട് ലാഭിക്കാൻ വേണ്ടി പറ്റും. ഇനി ഈ സോളാർ ആയതുകൊണ്ട് തന്നെ ഇവർക്ക് ഒരുപാട് കറണ്ട് കിട്ടും. ബാക്കി വരുന്ന കറണ്ടുകൾ ഇവർക്ക് വിൽക്കാനും സാധിക്കും. അങ്ങനെ ഇവർക്ക് അവരുടെ ഇൻകം ജനറേറ്റ് ചെയ്യാനുള്ള സ്കോപ്പാണ് PM കുസും എന്ന് പറയുന്ന സ്കീമിലൂടെ ഗവൺമെന്റ് കൊണ്ടുവരുന്നത്. അതിൽ ചില അപ്ഡേഷൻസ് കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുന്നു എന്നാണ് ന്യൂസിൽ വരുന്നതിന്റെ പ്രധാനപ്പെട്ട ഒരു വാർത്ത ഉണ്ടായിരുന്നത്. ഹോപ്പ് ഇറ്റ് ഈസ് ക്ലിയർ. ഈ ഒരു അണ്ടർസ്റ്റാൻഡിങ് തൽക്കാലം എന്താണ് കോൺസെപ്റ്റ് എന്നുള്ളത് മനസ്സിലാക്കിയാൽ മതി. അപ്പൊ കർഷകരെ സംബന്ധിച്ചിടത്തോളം ഇറിഗേഷൻ ഇസ് വെരി ഇമ്പോർട്ടന്റ്. അപ്പൊ അതിന് സപ്പോർട്ട് ചെയ്യുന്ന സ്കീമാണ് PM കുസും എന്നുള്ളത്. സോളാർ വാട്ടർ പമ്പുകൾ ഇൻസ്റ്റാൾ ചെയ്യാനുള്ള ഗവൺമെന്റിന്റെ സപ്പോർട്ടാണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത്. ഹോപ്പ് ഇറ്റ് ഈസ് ക്ലിയർ. ഇത്രയാണ് സെഷൻ കൊണ്ട് ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്. ക്ലിയർ ആണോ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ? ഈ PDF ഗ്രൂപ്പിൽ ഷെയർ ചെയ്യുന്നതാണ്, നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് നോക്കാവുന്നതാണ്. ഓക്കെ, സോ ഇങ്ങനെ നമ്മൾ എല്ലാ ആഴ്ചയിലും കറണ്ട് അഫയേഴ്സിന്റെ ഡിസ്കഷൻസ് നടത്തുന്നുണ്ട്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് നിങ്ങൾ ചെയ്യുന്നത് ഡെയിലി നമ്മൾ ടോപ്പിക് ന്യൂസ് പേപ്പർ ക്ലിപ്പിംഗ്സ് ആദ്യം ഇടുന്നു, ടോപ്പിക് ഫോർ റെഫറൻസ് എന്ന് പറഞ്ഞിട്ടുള്ള 2 അല്ലെങ്കിൽ 3 4 ടോപ്പിക്സ് ഇടുന്നു. അത് ജസ്റ്റ് നിങ്ങൾ അപ്പൊ തന്നെ ഒന്ന് വായിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ, അതൊന്ന് ശ്രമിക്കുക. എന്നിട്ട് നിങ്ങൾ ക്ലാസ് റൂമിൽ ഇരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എഫക്റ്റീവ് ആവും, നല്ല മാറ്റങ്ങൾ നിങ്ങൾക്ക് സംഭവിക്കും. നിങ്ങളുടെ തോട്ട് പ്രോസസ്സ് മാറും, നിങ്ങൾക്ക് ഒരുപാട് ബെനിഫിറ്റ്സ് കിട്ടും. സ്വന്തമായിട്ട് നിങ്ങൾക്ക് കറണ്ട് അഫയേഴ്സ് ഡെവലപ്പ് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. അപ്പൊ അങ്ങനെ ഒരു ആക്ടിവിറ്റി നിങ്ങൾ ചെയ്യുക. ഓക്കെ, ഇസ് ദാറ്റ് കൂൾ? ഓക്കെ ആണോ? ഓക്കെ ആണോ? ഓക്കെ ആണെങ്കിൽ ഐ തിങ്ക് വി ക്യാൻ വൈൻഡ് അപ്പ് ചെയ്യാം. സെഷൻ വൈൻഡ് അപ്പ് ചെയ്യാം. ഓക്കെ.